This call is now being recorded. Good morning, all of you. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം ബികോം 5th സെമസ്റ്റർ അണ്ടർ ദി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിഷയങ്ങളിൽ ബികോം ഇസ്ലാമിക് ഫിനാൻസ് സ്പെഷ്യലൈസേഷനിൽ വരുന്ന ഇസ്ലാമിക് ബാങ്കിങ്ങിന്റെ 2 സബ്ജക്റ്റുകളുണ്ട്. അതിൽ ഒരു വിഷയമായിട്ടുള്ള ഫണ്ടമെന്റൽസ് ഓഫ് ഇസ്ലാമിക് കൊമേഴ്സ്യൽ ലോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ്. അതിൽ മറ്റൊരു സബ്ജക്റ്റ് കൂടെ ഉള്ളത് ഇൻട്രൊഡക്ഷൻ ടു ഇസ്ലാമിക് ഫിനാൻസ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഉള്ള സബ്ജക്റ്റാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഇസ്ലാമിക് കൊമേഴ്സ്യൽ ലോ. ഇതൊരു പുതിയ വിഷയം ആയതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞുകൊള്ളണം എന്നില്ല. അതുപോലെ നമുക്ക് യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഇന്റർനെറ്റ് സോഴ്സുകളിൽ നിന്നോ ഒന്നും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ലഭ്യമാവണം എന്നും ഇല്ല. അതുകൊണ്ട് തന്നെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇവിടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന ഏരിയയാണ് ഇന്ന് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. 5 മൊഡ്യൂളുകളാണ് നമുക്കുള്ളത്. അതിൽ ഈ ഒരു ക്ലാസ്സിൽ ഫസ്റ്റ് മൊഡ്യൂൾ മുഴുവനായിട്ട് നമ്മൾ കവർ ചെയ്യും. ഓക്കെ, let me to enter directly to the class. First of all, our module heading or first module chapter heading is Fundamentals of Islamic Finance. Fundamentals of Islamic Finance. Fundamentals എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ബേസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇസ്ലാമിക് ഫിനാൻസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Then through this class I'm trying to explain the fundamentals of Islamic finance. What is fundamentals of Islamic finance and what is Islamic Sharia? Then what are the sources and objectives of Islamic Sharia? Then wealth and ownership in Islamic perspective. ഈ കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് അറിയാനുള്ളത്. ഇസ്ലാമിക് ഫിനാൻസ് എന്താണ് ഇസ്ലാമിക് ശരിയ, ഇസ്ലാമിക് ശരിയ എന്നുള്ള കൺസെപ്റ്റ് എന്തിനാണ്, അത് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, അതിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണ്, അതുപോലെ ഇസ്ലാമിക് പേഴ്സ്പെക്റ്റീവിൽ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ എന്താണ് വെൽത്ത് അല്ലെങ്കിൽ എന്താണ് ഓണർഷിപ്പ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നോക്കാം നമുക്ക്. വാട്ട് ഈസ് ഇസ്ലാമിക് ഫൈനാൻസ്? അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇസ്ലാമിക് ഫിനാൻസിന്റെ ഇൻട്രൊഡക്ഷൻ ടു ഇസ്ലാമിക് ഫിനാൻസ് എന്ന സബ്ജക്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഇനി ഇല്ല എങ്കിലും വളരെ സിമ്പിളായിട്ട് ആണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. It is the application of faith-based norms and principles derived from the Sharia dealing with financial transactions and trade practices. എന്ന് പറഞ്ഞാൽ ഇത് മറ്റൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചില പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ട്, ശരിയ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ സാമ്പത്തിക ഇടപാടുകളും അതുപോലെ കച്ചവടങ്ങളിലും ഏർപ്പെടുന്ന പ്രവർത്തനമാണ് ശരിക്ക് ഇസ്ലാമിക് ഫൈനാൻസ്. അപ്പൊ ഒരു കച്ചവടക്കാരൻ സാമ്പത്തിക ഇടപാട് നടത്തുന്നു, അയാളെ സാധനങ്ങൾ വിൽക്കുന്നു, അതിന് അയാൾ വില കസ്റ്റമറുടെ അടുത്ത് നിന്ന് വാങ്ങുന്നുണ്ട്. അതിൽ വിശ്വാസം കൂടെ ഉൾപ്പെടുത്തിയിട്ട് വരുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക് ഫൈനാൻസ് എന്ന് നമ്മൾ പറയുന്നു. Then it relies on text, prophetic rules and injunctions
ഫിഖ് പ്രാക്ടീസ് കോഡ്സ് ഡെവലപ്ഡ് ഫ്രം ഇസ്ലാമിക് ജൂറിസ്പ്രൂഡൻസ്. എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് തിയറികളുണ്ട്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാവണം ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാവണം ഓരോ ട്രാൻസാക്ഷനും, ഇസ്ലാമിക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എങ്ങനെയാവണം, കൊമേഴ്സ് അല്ലെങ്കിൽ ട്രേഡ് പ്രാക്ടീസസ് എങ്ങനെയാവണം, അങ്ങനെ ഓരോ തിയറി. ദെൻ പ്രൊഫറ്റിക് റൂൾസ്. പ്രൊഫറ്റ് നമുക്കറിയാലോ, ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അന്ത്യപ്രവാചകൻ, അവസാനം വന്നിട്ടുള്ള പ്രൊഫറ്റ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം കൃത്യമായി നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ള അല്ലെങ്കിൽ നിർണയിച്ചു തന്നിട്ടുള്ള നിയമങ്ങൾ, റൂൾസ് ആൻഡ് ഇൻജക്ഷൻസ്. ദെൻ ഫിഖ്, ഇത് എങ്ങനെയാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത്. ദെൻ പ്രാക്ടീസ് കോഡ്സ്, അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽസ് ഡെവലപ്ഡ് ഫ്രം ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസ്. ഇതൊക്കെ ഇസ്ലാമിന്റെ വശത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്തുനിന്ന് അല്ലെങ്കിൽ ഇസ്ലാം എന്ന വിശ്വാസപ്രകാരം ഉണ്ടായിട്ടുള്ള തിയറികളും പ്രാക്ടീസുകളും നിയമങ്ങളും ഒക്കെയാണ്. Then they deal with the lawful and the prohibited, ethical conduct and legal contracts. ഇതിൽ കൃത്യമായിട്ടുള്ള ലോ ഉണ്ട്, കൃത്യമായിട്ടുള്ള നിഷേധങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ദെൻ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് എന്ത്, ദെൻ എത്തിക്സ്, എത്തിക്കൽ കോണ്ടക്ട്. അതെ, നമ്മുടെ എന്താണ് യഥാർത്ഥത്തിൽ ശരി, നമ്മൾ ലോജിക്കായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ എത്തിക്സ്, എന്താണ് ശരി എന്താണ് തെറ്റ്. അതുപോലെ തന്നെ ലീഗൽ കോൺട്രാക്ട്സ്, അതായത് ഒരു ബയർ ആൻഡ് സെല്ലർ തമ്മിലുള്ള കോൺട്രാക്ട്. ഇതിൽ നിന്നൊക്കെയാണ് ശരിക്കും ഇസ്ലാമിക് ഫിനാൻസ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതൊരു ഫെയ്ത്ത് ബേസ്ഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്ന കാര്യമാണ്. പക്ഷെ ആ ഫെയ്ത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ഇത് പറ്റൂ എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ഡെവലപ്പ് ചെയ്ത് വന്നത് ആ രൂപത്തിലാണ്. ഓക്കെ, അപ്പോ ഇതിന്റെ ഘടകങ്ങൾ, ഇസ്ലാമിക് ഫിനാൻസ് കോൺസ്റ്റിറ്റ്വൻസ്, ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും വരുന്ന ആ ഘടകങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫിനാൻസിങ് ഈസ് ബേസ്ഡ് ഓൺ റിയൽ അസറ്റ്. ഫിനാൻസിങ് എന്താണ് എന്ന് ഞാൻ പറയേണ്ടതില്ല. ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നതിനെ കുറിച്ചാണ് ഈ ഫിനാൻസിങ് എന്ന് പറയുന്നത്. അപ്പൊ ഫിനാൻസിങ് ഈസ് ബേസ്ഡ് ഓൺ റിയൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ഉള്ള അസറ്റിന് മാത്രമേ നമ്മൾ ഫിനാൻസിങ് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലാത്ത ഒരു അസറ്റിന്, ഇപ്പൊ ഊഹാപോഹങ്ങൾ നമുക്കൊരിക്കലും ഈ ഇസ്ലാമിക് ഫിനാൻസിൽ അനുവദിക്കുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ഷെയർ മാർക്കറ്റിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ പലപ്പോഴും ഊഹക്കച്ചവടങ്ങൾ നടക്കാറുണ്ട്. ആ തരത്തിലുള്ള കച്ചവടങ്ങളൊന്നും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒന്നും ഇസ്ലാമിക് ഫിനാൻസ് അനുവദിക്കുന്നില്ല. എവിടെ ഇപ്പം നമ്മളൊരു പ്രോപ്പർട്ടി, ഒരു അസറ്റ്, ഇപ്പൊ വെഹിക്കിൾ, ആ വെഹിക്കിൾ നമ്മുടെ മുമ്പിൽ വേണം. ഇല്ലാത്ത ഒരു വെഹിക്കിൾ, നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു വെഹിക്കിളിനെ കുറിച്ച് ഇപ്പോഴേ നമുക്ക് ട്രാൻസാക്ഷൻ നടത്തുന്നതിൽ ഇസ്ലാമിക് ഫിനാൻസ് അനുവദിക്കുന്നില്ല. ഓക്കെ, സോ ദർ ഷുഡ് ബി ആൻ അസറ്റ്, ഒരു ലാൻഡ്, ഒരു സ്ഥലം, അത് അവിടെ ഉണ്ടാവണം. അതല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ്, ഒരു മെഷീൻ, ആ മെഷീൻ ഉണ്ടാവണം. അതിനെയാണ് നമ്മൾ റിയൽ അസറ്റ് എന്ന് പറയും. സോ ഫിനാൻസിങ് ഈസ് ബേസ്ഡ് ഓൺ റിയൽ അസറ്റ്. ദെൻ സെക്കൻഡ് തിങ്, റിസ്ക് ഷെയറിംഗ് എൻഗേജ്. റിസ്ക് ഷെയറിംഗ് എൻകറേജ്. റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, പോസിബിലിറ്റി ഓഫ് ലോസ്, നഷ്ടസാധ്യത. ഈ നഷ്ടസാധ്യത, റിസ്ക് ഷെയറിംഗ് എൻകറേജ്. ഒരാൾ മാത്രമല്ല സഹിക്കേണ്ടത്, റിസ്ക് ഷെയർ ചെയ്യണം. ഈ ബയറും സെല്ലറും തമ്മിൽ ഇത് ഷെയർ ചെയ്യും. ഇതിന്റെ ഇടയിൽ വരുന്ന ആളുകൾ ഇത് ഷെയർ ചെയ്യും. Then that is encouraged by Islamic finance. ഇപ്പോ നമ്മൾ ബാങ്കിൽ നിന്ന് സാധാരണ കേസിൽ, കൺവെൻഷണൽ ബാങ്കിങ്ങിന്റെ കേസിൽ നമുക്കറിയാം, നമ്മൾ ലോൺ എടുക്കുക. ആ ലോൺ എടുത്തിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് നടത്താൻ തീരുമാനിച്ചു. അപ്പൊ ആ ബിസിനസ് നടത്തുമ്പോൾ നമ്മൾക്ക് ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യും, എത്രയാണ് ഇപ്പോ ഒരു 5 lakh, ആ 5 lakh ബാങ്ക് നമുക്ക് തന്നു. നമ്മൾക്ക് ആ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എന്തെങ്കിലും ഒരു പ്രയാസം കാരണം ആ ബിസിനസ്
ഫുൾ നഷ്ടത്തിലായിപ്പോയി. നോർമൽ കേസിൽ എന്താണ്, നിലവിലെ ബാങ്കിങ് സിസ്റ്റം, കൺവെൻഷണൽ ബാങ്കിങ് സിസ്റ്റം അനുസരിച്ച് അവിടെ റിസ്ക് ഷെയറിംഗ് ഇല്ല. തീർത്തും നമ്മൾ എന്ത് ചെയ്യണം, ആ എടുത്ത ലോണും അതിന്റെ ഇൻട്രസ്റ്റും മുഴുവനായിട്ട് നമ്മൾ തിരിച്ചടക്കണം. ബട്ട് ഇൻ കേസ് ഓഫ് ഇസ്ലാമിക് ഫിനാൻസ് ദ റിസ്ക് ഷെയറിംഗ് എൻകറേജ്ഡ്. ദ ഇസ്ലാമിക് ബാങ്ക് ഈസ് റെഡി ടു ഷെയർ ദ റിസ്ക്. ഇയാൾ മുഴുവനായിട്ട് തിരിച്ചടക്കണ്ട, നഷ്ടം എങ്ങനെയാണ്, എത്രയാണ്, ഏത് രൂപത്തിലാണ് വന്നത് എന്നൊക്കെ നോക്കിയിട്ട് അതിന്റെ ഒരു ഭാഗം, റിസ്കിന്റെ ഒരു ഭാഗം, ആ നഷ്ടത്തിന്റെ ഒരു ഭാഗം ഷെയർ ചെയ്യാൻ ഇസ്ലാമിക് ബാങ്കുകളും തയ്യാറാണ്. അല്ലെങ്കിൽ ആരാണോ ഫിനാൻഷ്യൽ സപ്ലയർ ആരാണോ അവർ തയ്യാറാവും. അതാണ് റിസ്ക് ഷെയറിംഗ് എൻകറേജ്. ദിസ് ഈസ് അനദർ പെക്യുലിയാരിറ്റി ഓഫ് ഇസ്ലാമിക് ഫൈനാൻസ്. ദെൻ മൂന്നാമത്തെ കാര്യം, നോ ഹറാം എലമെന്റ്സ്. ഹറാം എന്ന് പറഞ്ഞാൽ നിഷിദ്ധമായ കാര്യങ്ങൾ. ദെൻ നോ ഹറാം എലമെന്റ്സ്. ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒരു കാര്യങ്ങളും അതിൽ ഉണ്ടാവാനേ പാടില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആൽക്കഹോൾ, മദ്യം ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരാള് മദ്യത്തിന്റെ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അയാൾക്ക് ഇസ്ലാമിക് ബാങ്കിൽ നിന്നും ഒരു കാരണവശാലും ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ ഹറാം എലമെന്റ്. It should not be involved in the Islamic finance. ഹറാമായിട്ടുള്ള, അപ്പൊ ഹറാം എന്ന് പറഞ്ഞാൽ അതൊരു അറബിക് വേർഡാണ്. അതിന്റെ അർത്ഥം അത് നിഷിദ്ധമാക്കിയത് എന്നാണ്. അപ്പൊ ഇസ്ലാം നിഷിദ്ധമാക്കിയ ആ മതപ്രകാരം ഇസ്ലാം എന്ന മതപ്രകാരം നിഷിദ്ധമാക്കിയ കാര്യങ്ങളൊന്നും തന്നെ ഇസ്ലാമിക് ഫിനാൻസിൽ ഉണ്ടാവാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് വൺ, നോ ഇൻട്രസ്റ്റ്. പലിശ ഉൾപ്പെടില്ല. പലിശ കൊടുക്കാനും പാടില്ല, അത് വാങ്ങാനും പാടില്ല. ഇത് രണ്ടും നിഷിദ്ധമാണ്. ഇത് രണ്ടും ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോ നേരത്തെ ഈ ഹറാം എലമെന്റിൽ തന്നെ വരുന്നതാണ് ഈ പലിശയും. അപ്പൊ നമ്മൾ ഒരു ഇസ്ലാമിക് ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തു. നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അതിന് പലിശ കൊടുക്കുന്നില്ല. ലാഭത്തിന്റെ ഒരു ഭാഗം കൊടുക്കുന്നുണ്ടാവും. അതൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഒരിക്കലും പലിശ കൊടുക്കേണ്ടതില്ല. ഓക്കെ. ഇനി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു, ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു. നമ്മൾക്ക് ബാങ്കുകൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത പല ആളുകളുടെയും പണം ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ടാവാം. അതിൽ നിന്നും ഒരു കാരണവശാലും നമുക്ക് പലിശ അല്ലെങ്കിൽ ആ ഡെപ്പോസിറ്റിന്റെ മുകളിൽ പലിശ നമുക്ക് അനുവദിക്കുന്നില്ല. നമ്മൾക്ക് പലിശ സ്വീകരിക്കാനും പാടില്ല. പക്ഷെ ഈ ബാങ്കിങ് സ്ഥാപനങ്ങളൊക്കെ ബിസിനസ് നടത്തിയിട്ട് അതിന്റെ ലാഭത്തിന്റെ ഒരു ഭാഗം നമുക്ക് തരികയാണെങ്കിൽ ദാറ്റ് ഈസ് അലൗഡ് ഇൻ ഇസ്ലാമിക് ബാങ്ക്. പക്ഷെ പലിശ ഒരിക്കലും അത് നമ്മളെ വാങ്ങാനോ കൊടുക്കാനോ ഇസ്ലാമിക് ബാങ്ക് അനുവദിക്കുന്നില്ല. ദ നെക്സ്റ്റ് തിങ്, ബിലീഫ് ഇൻ ഡിവൈൻ ഗൈഡൻസ്. നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് ഈ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മൾ ദൈവവിശ്വാസം എന്നുള്ളത്. ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകൾക്കും ഇസ്ലാമിക് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്താം. പക്ഷെ ഇതിന്റെ ബേസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ ബിലീഫ് ഇൻ ഡിവൈൻ ഗൈഡൻസ് എന്നുള്ളത്. നമ്മൾ ദൈവത്തിന്റെ ഒരു ഗൈഡൻസിലൂടെയാണ് നമ്മളെ കാര്യങ്ങൾ, എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ചെയ്യുന്നത് എന്ന ഒരു വിശ്വാസം. ദീസ് ആർ ദി കോൺസ്റ്റിറ്റ്യൂൻസ്. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം, ഫിനാൻസിങ് ഈസ് ബേസ്ഡ് ഓൺ റിയൽ അസറ്റ്. യഥാർത്ഥത്തിൽ ഉള്ള കാര്യങ്ങളിൽ ഊഹങ്ങളൊന്നും ഇല്ലാതെ യഥാർത്ഥ അസറ്റിന്റെ മുകളിൽ മാത്രമേ ഫിനാൻസിങ് നടത്താൻ പാടുള്ളൂ. ദെൻ റിസ്ക് ഷെയറിംഗ് എൻകറേജ്ഡ്. ദെൻ നോ ഹറാം എലമെന്റ്സ്. ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം നമ്മൾ ഇതിൽ അനുവദിക്കുന്നില്ല. നിഷിദ്ധമായ കാര്യങ്ങളൊന്നും അനുവദിക്കുന്നില്ല. ദെൻ നോ ഇൻട്രസ്റ്റ്. പലിശ എന്നുള്ള സങ്കല്പം പോലും ഇവിടെ ഇല്ല. ആൻഡ് ബിലീഫ് ഇൻ ഡിവൈൻ ഗൈഡൻസ്. The next one, some of the characteristics of Islamic finance, Islamic bank. Islamic banking ന്റെ കുറച്ച് സവിശേഷതകൾ.
ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്, സ്വഭാവങ്ങളാണ് നെക്സ്റ്റ് പറയുന്നത്. ദെൻ ഇവിടെ ഒന്നാമത്തത് ട്രേഡ് റാദർ ദാൻ മണി ലെൻഡിങ്. ഇവിടെ പണം കൊടുക്കുക എന്നുള്ളതിന് അല്ല ഇമ്പോർട്ടൻസ്. ഇവിടെ കൂടുതൽ ഉദ്ദേശിക്കുന്നത് ട്രേഡ് എന്നുള്ളതാണ്. ഒരാൾക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പണം കൊടുക്കുകയാണ്. അപ്പൊ കൺവെൻഷണൽ ബാങ്കിങ് സിസ്റ്റം പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാൾ ഒരു 5 ലക്ഷം രൂപ വാങ്ങി ബിസിനസ് ചെയ്യാനാ വാങ്ങിയത് എന്നുണ്ടെങ്കിലും അവിടെ ബാങ്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ പണത്തിനാണ്, കൊടുത്ത പണം തിരിച്ചു കിട്ടുക എന്നുള്ളത്. എന്നാൽ ഇസ്ലാമിക് ബാങ്ക് അങ്ങനെയല്ല. എന്തിനാണ് അവർ പണം വാങ്ങുന്നത്? ആ പ്രവൃത്തിയെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്, അവരുടെ ലക്ഷ്യത്തിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. സോ ഹിയർ ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു ട്രേഡ് റാദർ ദാൻ മണി ലെൻഡിങ്. പണം കൊടുക്കുക എന്നുള്ളതല്ല, ട്രേഡ് പ്രോത്സാഹിപ്പിക്കുക, കൂടുതൽ ട്രേഡുകൾ നടക്കുക എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ്. രണ്ടാമത്തെ ഒരു സ്വഭാവമാണ് മണി എ മീൻസ് ഓഫ് എക്സ്ചേഞ്ച്. പണം എന്ന് പറയുന്നത് ഈ പ്രവൃത്തി നടത്താനുള്ള ഒരു ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താനുള്ള ഒരു മാർഗം മാത്രമാണ്. നെക്സ്റ്റ് വൺ, മണി ഈസ് നോട്ട് എ കമ്മോഡിറ്റി. മണി ഒരിക്കലും എന്തല്ല, ഒരു കമ്മോഡിറ്റി അല്ല. അതുകൊണ്ട് തന്നെ ഒരു കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു വസ്തു ഉണ്ടാക്കുക, ആ രൂപത്തിലേക്ക് ഒരു ഇൻപുട്ട് ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് അതുകൊണ്ട് വേറെ ഒന്നുണ്ട്, അങ്ങനെ ഒരിക്കലും ഇസ്ലാമിക് ബാങ്കിന് കൺസെപ്റ്റ് ഇല്ല. മണി ഈസ് ഓൺലി എ മീൻസ് ഓഫ് എക്സ്ചേഞ്ച്. നമ്മളൊരു സാധനം അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിന് പകരമായിട്ട് അതിന്റെ മൂല്യമുള്ള ഒരു സംഗതി നമ്മൾ തിരിച്ചു വാങ്ങുന്നു എന്നേ ഉള്ളൂ, അല്ലാതെ ഇത് മറ്റൊരു പ്രോഡക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇതുപയോഗിച്ചിട്ട്, ഈ പണം ഉപയോഗിച്ചിട്ട് അതിനെ വീണ്ടും പലിശ എന്ന രൂപത്തിൽ ഒരു കമ്മോഡിറ്റി നമുക്ക് ഉണ്ടാക്കാനും പറ്റില്ല. So money is not a commodity, it is only a means of exchange. Next one, money as a bearer of risk. പണം എന്നുള്ളത് ശരിക്ക് നഷ്ടം അളക്കുന്ന ഒരു മാർഗം കൂടെ ആണ് പണം. എത്രയാണ് ലാഭം, എത്രയാണ് നഷ്ടം എന്നുള്ളതൊക്കെ നമ്മൾ ഈ പണത്തിന്റെ മൂല്യം വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ശ്രദ്ധിക്കുക, റിബ വേഴ്സസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ, റിബ എന്ന് പറഞ്ഞാൽ നമ്മളതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ പറയുകയാണെങ്കിൽ ശരിക്ക് പലിശ, ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. കൺവെൻഷണൽ ബാങ്കിങ്ങിൽ ഇൻട്രസ്റ്റ് ആണ്, റിബ ആണ് എങ്കിൽ ഇസ്ലാമിക് ബാങ്കിങ്ങിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. ഓക്കെ, അപ്പൊ ബാങ്കിൽ നമ്മൾ ലോൺ എടുത്താൽ നമ്മൾ പലിശ അടക്കണം. ആ അധികം കൊടുക്കുന്ന പണത്തിനെയാണ് നമ്മൾ റിബ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇസ്ലാമിക് ബാങ്ക് നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലോസ് ആയിരിക്കും, അല്ലാതെ അവിടെ ഇൻട്രസ്റ്റ് എന്നുള്ള റിബ എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡെപ്റ്റ് വേഴ്സസ് ഇക്വിറ്റി ഫിനാൻസിങ്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടം കൊടുക്കുക. ഇവിടെ നമ്മൾ കടം കൊടുക്കുന്നില്ല, നേരെ മറിച്ച് ഇക്വിറ്റി ഫിനാൻസിങ് ആണ്. മൂല്യവത്തായ ഒരു വസ്തു എന്താണോ അത് നമ്മൾ മുന്നിൽ വെച്ചിട്ട് അതിനാണ് നമ്മൾ ഫിനാൻസ് കൊടുക്കുന്നത്, അല്ലാതെ കടം കൊടുക്കുക എന്നുള്ള ഒരു സംഗതിയല്ല. ദെൻ നെക്സ്റ്റ് വൺ, പാർട്ട്ണർഷിപ്പ്. ഓക്കെ, ഈ ഇസ്ലാമിക് ബാങ്കിങ്ങിന്റെ, ഇസ്ലാമിക് ഫിനാൻസിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഷെയറിങ്. അപ്പൊ ഈ പണം തരുന്ന ആളും പണം വാങ്ങുന്ന ആളും ഒരുമിച്ചാണ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതില് ഇപ്പൊ ഒരാൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ ബാങ്കുകളും ബിസിനസ്സിന് പണം കൊടുക്കുന്നത് എല്ലാം പാർട്ട്ണർഷിപ്പിലൂടെ ആവണം എന്നില്ല. പക്ഷെ അതിന്റെ ഒരു പല കാര്യം, ഇപ്പൊ നേരത്തെ പറഞ്ഞു പ്രോഫിറ്റ് ആണെങ്കിൽ അയാൾക്ക് ഫുള്ള് നഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണ്ട, അതിന്റെ പലിശ തിരിച്ചടക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അപ്പൊ അവിടെ പലിശ ഇല്ല, കാരണം ആ നഷ്ടം സഹിക്കാൻ പണം കൊടുത്ത ആളും തയ്യാറാണ്. എന്നാൽ ലാഭമാണെന്നുണ്ടെങ്കിൽ ആ ലാഭത്തിന്റെ ഒരു വിഹിതം മാത്രമേ നമ്മൾ അവിടെ കൊടുക്കേണ്ടതുള്ളൂ. ആ രൂപത്തിലൊരു, ഇനി ചിലപ്പോൾ എന്തായിരിക്കും, ബാങ്ക് ഇപ്പൊ 5 ലക്ഷം രൂപ ഇയാൾക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമുണ്ട്. അപ്പൊ ആ ബാങ്ക് പറയാണ്, ഇസ്ലാമിക് ബാങ്ക് പറയാണ്, നമുക്ക് പാർട്ട്ണർഷിപ്പ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു 2 ലക്ഷം രൂപ ഞങ്ങൾ ഇവിടുന്ന് ലോൺ തരാം, ബാക്കി 3 ലക്ഷം ഞങ്ങൾ അതിന്റെ ഒരു പാർട്ട്ണർ എന്നുള്ള രൂപത്തിൽ ചെയ്യാൻ. ഇത് രണ്ടു കൂട്ടർക്കും അവരതിന് തയ്യാറാണ് എങ്കിൽ they can do the business such like that. പക്ഷെ കൺവെൻഷണൽ ബാങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം നിലനിൽക്കുന്നില്ല. The next one, social justice.
അറിയാലോ എല്ലാവർക്കും, സാമൂഹിക നീതി. എല്ലാ ആളുകളും സമൂഹത്തിന് കിട്ടേണ്ട നീതി, തുല്യ നീതി കിട്ടണം. പണം വാങ്ങുന്ന ആൾക്കും പണം കൊടുക്കുന്ന ആൾക്കും ഒരുപോലെ നീതി കിട്ടേണ്ടതുണ്ട്. Then next one, Sharia law. എന്താണ് ഷരിയ ലോ? ഇപ്പോ നമ്മൾ പല കേസുകളിലും നമ്മൾ പറയുന്നുണ്ട് ശരിയ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് അറിയണം എന്താണ് ശരിയ എന്നുള്ളത്. അപ്പൊ ശരിയയുടെ ലക്ഷ്യമാണ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ശരിയ എന്നുള്ളതാണ് ഫസ്റ്റ് അവിടെ ബോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റിസ്, ഫെയർനെസ് ആൻഡ് മൊറാലിറ്റി. അല്ലെ? ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നീതി, ഫെയർനെസ് എന്ന് പറഞ്ഞാൽ തുല്യത, എല്ലാവരും ഈക്വൽ ആണ്. ദെൻ ആൻഡ് മൊറാലിറ്റി, അതിൽ നിന്ന് എന്തെങ്കിലും നന്മകൾ ഉണ്ടാകും. സോ ദീസ് ആർ ദി വാല്യൂസ് which underpin both the entire Islamic way of life. ശരിയയുടെ വാല്യൂസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റിസ്, ഫെയർനെസ് ആൻഡ് മൊറാലിറ്റി, ദീസ് ആർ ദി വാല്യൂസ് which are the main thing which underpin both the entire Islamic way of life. നമ്മൾ ഇസ്ലാമിക് വേ ഓഫ് ലൈഫിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കാര്യമാണ് ഈ ജസ്റ്റിസ്, ഫെയർനെസ് ആൻഡ് മൊറാലിറ്റി. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, ഇസ്ലാമിക് വേ ഓഫ് ലൈഫ് എന്നല്ല, ഒരാൾ മാന്യമായി ജീവിക്കുന്ന ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ കീപ്പ് ചെയ്യേണ്ട സംഗതിയാണ് ഈ ജസ്റ്റിസ്, ഫെയർനെസ് ആൻഡ് മൊറാലിറ്റി. അത് അയാൾ ബിസിനസ് ചെയ്യുകയാണെങ്കിലും ശരി, ഈ പറയുന്ന സംഗതിയൊക്കെ കീപ്പ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ എല്ലായിടത്തും പഠിച്ചിട്ടുള്ളതാണ്, നമ്മൾ ഫോളോ ചെയ്യുകയും വേണം. Then next നോക്കുക, the Sharia gives guidance as to what is and what is not acceptable behavior in all areas of Muslims life. ശരിയ എന്ന് പറയുന്നത് ഇതൊരു ശരിയ is a guidance, ഒരു മാർഗമാണ്. എന്തിനുള്ള? വാട്ട് ഈസ് ആൻഡ് വാട്ട് ഈസ് നോട്ട് acceptable behavior. എന്താണ് ശരി, എന്താണ് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് ശരിയല്ലാത്തത്, ചെയ്യാൻ പറ്റാത്ത ബിഹേവിയർ ഇൻ ഓൾ ഏരിയാസ് ഓഫ് മുസ്ലിംസ് ലൈഫ്. മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ അവർ ചെയ്യേണ്ടത് എന്ത്, ചെയ്യാൻ പാടില്ലാത്തത് എന്ത് എന്നുള്ളത് കൃത്യമായി വിവരിച്ചു കൊടുക്കുന്ന നിയമമാണ് ശരിയ. Then Sharia is developed by Sharia scholars. സ്കോളേഴ്സ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകൾ, ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച ആളുകൾ. എന്നാൽ നമ്മൾ സാധാരണ പറയാ നോൺ ആസ് സ്കൂൾസ് ഓഫ് തോട്ട്. ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി, ഷിയ, ഇങ്ങനെ ഒരുപാടുണ്ട്. ഓവർ 1000 years ago. ഇപ്പൊ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേസ് നമ്മൾ പറഞ്ഞു. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് പ്രവാചകന്റെ കാലഘട്ടം. അപ്പൊ ആ സമയം മുതലാണ് ഇത് വരുന്നത്. അപ്പൊ അതിനുശേഷം ഉണ്ടായിട്ടുള്ള സ്കോളേഴ്സ് ഒക്കെ ഈ സ്കൂൾസ് ഓഫ് തോട്ടിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ഈ ഷാഫി, ഹനഫി ഒക്കെ ഓരോ തരത്തിലുള്ള വിശ്വാസങ്ങളാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഷാഫി എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്, അതിൽ ശരിയായുടെ ലോസ് കൃത്യമായിട്ട് പറയുന്നത്. അതുപോലെ ഹനഫി വിശ്വാസപ്രകാരം ഈ ശരിയ ലോ എന്താണ്, നമ്മൾ എങ്ങനെ എന്ത് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിലെല്ലാം ഈ ഷാഫി ആണെങ്കിലും ഹനഫി, ഹംബലി, മാലിക് ഏതാണെങ്കിലും ശരി, അതിലെല്ലാം കൃത്യമായിട്ട് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും, എന്താണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള നിയമങ്ങൾ എല്ലാം സെയിം ആണ്. എല്ലാത്തിലും വരുന്ന നിയമങ്ങൾ ഇതിൽ ഏറെക്കുറെ ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഒക്കെ. ഇത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പോ 10 വർഷം മുമ്പോ ഡെവലപ്പ് ചെയ്ത ഒരു കാര്യമല്ല. ഓൾ ദീസ് ആർ ഓൾറെഡി ഡെവലപ്ഡ് ഓവർ 1000 years ago. 1000 വർഷങ്ങൾക്ക് മുമ്പേ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നിയമങ്ങളാണ് ഇതെല്ലാം. Okay. Then the recent scholars known as Sharia advisors or Sharia board has studied fiqhul muamalat, able to explain the Sharia law for recent business daily. അന്ന് നമ്മൾ
ഇവരെയൊക്കെ സ്കോളേഴ്സ്, ഈ ശരിയ സ്കോളേഴ്സ് എന്ന് പറയുന്ന ഇന്ന് അവരെ നമ്മൾ ഈ ബിസിനസ് ഡീലിങ്സിലും ഇവരുടെ അഡ്വൈസ് നമുക്ക് വേണം. ഈ ആളുകളെ നമ്മൾ പറയുന്നത് ശരിയ അഡ്വൈസേഴ്സ് എന്നാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ശരിയ ലോ അല്ലെങ്കിൽ ശരിയ റൂളിംഗ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പാടുള്ളതാണോ അല്ലയോ, അത് നമുക്ക് ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. എന്നാൽ ഇതിനെക്കുറിച്ച് അറിയുന്ന പണ്ഡിതന്മാരുണ്ടാവും. ആ പണ്ഡിതന്മാരെയാണ് അവര് നമുക്ക് പറയുന്ന കൃത്യമായ ഗൈഡൻസ് തരും. അവരെ നമ്മൾ പറയുന്നത് ശരിയ അഡ്വൈസേഴ്സ്. സോ ദേ ആർ guiding, they are giving a solution for the problems of Islamic finance or Islamic financial transactions. They are well studied. The fiqhul muamalat എന്ന് പറഞ്ഞാൽ മുആമലാത്ത് എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ആ പ്രവർത്തനങ്ങളുടെ കൃത്യമായ നിയമങ്ങൾ, ആ നിയമങ്ങൾ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാര് ഈ ബിസിനസ്സിനെ അസിസ്റ്റ് ചെയ്യും. ആ ആളുകളെയാണ് നമ്മൾ ശരിയ അഡ്വൈസേഴ്സ് എന്ന് പറയുന്നത്. സോ ദീസ് ലോസ് ആർ ഏബിൾ ടു എക്സ്പ്ലെയിൻ. ഈ ഫിഖുൽ മുആമലാത്ത് എന്ന് പറയുന്ന ഈ പ്രവർത്തനങ്ങൾ, നമ്മൾ ചെയ്യുന്ന എല്ലാ സംഗതികളുടെയും നിയമങ്ങൾ, അതിനെന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് നിലവിലെ ബിസിനസ് ഡീലിങ്സിനെ എന്താണ് ശരിയാലോ എന്നുള്ളത് ഈ ഫിഖ് നിയമങ്ങൾ പഠിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും. ദേ വിൽ ഗിവ് പ്രോപ്പർ അഡ്വൈസ് റിലേറ്റഡ് ടു ദ റിസന്റ് ബിസിനസ് ഡീലിങ്സ്. ഇപ്പൊ നമ്മൾ ഏത് തരത്തിലുള്ള ഒരു ചെറിയ റീറ്റെയിലർ ആണെങ്കിലും ശരി, ഹോൾസെയിലർ ആണെങ്കിലും മാനുഫാക്ചറിങ് ആണെങ്കിലും ഷെയർ മാർക്കറ്റുകളാണെങ്കിലും കൺസ്ട്രക്ഷൻ ഫീൽഡ്, ഏത് തരത്തിലുള്ള ബിസിനസ് ആണെങ്കിലും ഇതിലൊക്കെ എന്താണ് ഇസ്ലാമിക് ബാങ്കിങ്ങിന്റെ റൂൾ, ശരിയാലോ എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് ഈ ശരിയ അഡ്വൈസേഴ്സിന് പറയാൻ പറ്റും. ബിക്കോസ് ദേ സ്റ്റഡീഡ് വെൽ അബൌട്ട് ദീസ് തിങ്സ്. So the principle base of the Sharia law is, ഈ ശരിയ ലോ എന്നുള്ളതിന്റെ ബേസ് എന്ന് പറയുന്നത് the permissibility, the prohibition is exceptional. നമുക്ക് പെർമിഷൻ എന്ത് ചെയ്യാൻ പറ്റും and the prohibition എന്ത് ചെയ്യാൻ പാടില്ല. So this will directly leading to the first thing, justice, fairness and morality. Okay. The recent Islamic scholars who from time to time re-examine the Sharia principles have structured new financial instruments. ഈ ശരിയ സ്കോളേഴ്സ് അല്ലെ ശരിയ അഡ്വൈസേഴ്സ് എന്നല്ല, അവര് ഫ്രീ ആയി നിൽക്കുന്ന ആളുകളല്ല. They are always doing their research from time to time. And they are re-examining the principles structured for new financial instruments. പല തരത്തിലുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസും ബിസിനസ് ഇൻസ്ട്രുമെന്റ്സും ഒക്കെ ഇങ്ങനെ നമ്മുടെ സൊസൈറ്റിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ പ്രോഡക്റ്റുകൾ, പുതിയ പുതിയ പ്രവർത്തനങ്ങൾ, നിയമങ്ങൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇസ്ലാമിക് ബാങ്കിങ്ങിലൂടെ അല്ലെങ്കിൽ ഇസ്ലാമിക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ ഇതെല്ലാം അനുവദനീയമാണോ, പെർമിസിബിൾ ആണോ അല്ലെങ്കിൽ പ്രൊഹിബിറ്റഡ് ആണോ എന്നുള്ളത് അതിന്റെ കൃത്യമായ പ്രവർത്തനം നോക്കിയിട്ട് ഈ ശരിയ അഡ്വൈസേഴ്സ്, ശരിയ സ്കോളേഴ്സ് നമുക്ക് പറഞ്ഞു തരും. വെദർ ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ ബിഹേവിയർ ഓർ നോൺ ആക്സെപ്റ്റബിൾ എന്നുള്ളത് കൃത്യമായിട്ട് അവർ നമുക്ക് അഡ്വൈസ് ചെയ്തു. Then those instruments must comply with principles of Sharia law. ഈ പുതിയ വരുന്ന ഏത് ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും ശരി, അതൊക്കെ നമുക്ക് പെർമിസിബിൾ ആവുന്നത് എപ്പോഴാണ്? when it is complying the principles of Sharia law. ശരിയയുടെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അനുസരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിന് അവര് പെർമിഷൻ തരൂ. ഓക്കെ, സോ ദീസ് ആർ അബൌട്ട് ദി Sharia law. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ നമ്മൾ പറഞ്ഞു ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് ദി സോഴ്സസ് ഓഫ് ശരിയ. സോ ദി എത്തിക്സ് ഓഫ് ദി ശരിയ ലോ ഒറിജിനേറ്റ് ഫ്രം, ശരിയ ലോ ഒറിജിനേറ്റ് ചെയ്തത്, അതിന്റെ എത്തിക്സ് ഒക്കെ ഒറിജിനേറ്റ് ചെയ്തത് എവിടെ നിന്നാണ്? അപ്പൊ 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അതിലുള്ളത്. എന്ന് പറഞ്ഞാൽ ശരിയ എന്ന കൺസെപ്റ്റ്, അതിന്റെ ആ ഒരു റൂള്, ഇതൊക്കെ എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്തത്? ഇതൊക്കെ 1000 കണക്കിന് അല്ലെങ്കിൽ 1000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഡെവലപ്പ് ചെയ്തതാണ് എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ, എവിടെ നോക്കിയിട്ടാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്തത്? അല്ലെങ്കിൽ ഇപ്പോഴുള്ള ആളുകളും ഇത് റീ എക്സാമിൻ ചെയ്യുന്നു,
നമുക്ക് അഡ്വൈസ് തരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എവിടെ നോക്കിയിട്ടാണ് അവർ ഇതൊക്കെ ഈ കൃത്യമായിട്ട് ശരിയായി നിർവചിക്കുന്നത്? നമുക്ക് പെർമിഷൻ ഉള്ളതാണോ അല്ലെങ്കിൽ പ്രൊഹിബിറ്റഡ് ആണോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എന്ന് എവിടെ നോക്കിയിട്ടാണ് ഇവർ തീരുമാനിക്കുന്നത്? അപ്പൊ 5 കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, ദി ഖുർആൻ. ഓക്കെ, മുസ്ലിംസിന്റെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം ആണ് ഖുർആൻ, എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ സുന്ന, ഇതൊക്കെ എന്താണ് എന്ന് പറയുന്നുണ്ട്. ദെൻ ഇജ്മാ, കോൺസെൻസസ് എമംഗ് ദി ജൂറിസ്ഡിക്ട്സ്. ദെൻ ഖിയാസ് ഓർ അനലോഗി, ആൻഡ് ഫൈനലി ഇജ്തിഹാദ്. ഓക്കെ, ഈ 5 കാര്യങ്ങളാണ് ഖുർആൻ, സുന്ന, ഇജ്മാ, ഖിയാസ്, ഇജ്തിഹാദ്. ഈ 5 കാര്യങ്ങൾ ഇതെന്താണ് എന്ന് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ 5 കാര്യങ്ങൾ സോഴ്സ് ഓഫ് ശരിയ പറയുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് പ്രൊഹിബിഷൻ ഇൻ ഇസ്ലാമിക് ഫിനാൻഷ്യൽ സിസ്റ്റം. ഇപ്പൊ ഇസ്ലാമിക് ഫിനാൻഷ്യൽ സിസ്റ്റം നമ്മൾ പറഞ്ഞു ശരിയ ലോ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ കൃത്യമായിട്ട് ശരിയ ലോ പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പാടില്ലാത്തത്? ഇഷ്ടംപോലെ എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് ചെയ്യാം, എല്ലാം ചെയ്യാം. എന്നാൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് നമുക്ക് നിഷേധം ഉള്ള ഇസ്ലാമിക് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, പ്രൊഹിബിഷൻ ഓഫ് അൺഫെയർനെസ് ആൻഡ് അൺജസ്റ്റ്. നമ്മൾ പറഞ്ഞു ശരിയയുടെ വാല്യൂസ് നമ്മൾ പറഞ്ഞു, ജസ്റ്റിസ്, അതുപോലെ ഫെയർനെസ് ആൻഡ് മൊറാലിറ്റി. അപ്പൊ ആ കാര്യങ്ങൾ ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ അൺഫെയർനെസ്, നീതിയില്ല, തുല്യതയില്ല. അൺജസ്റ്റ്, നീതിയില്ല, നീതിയും തുല്യതയൊന്നും ഇല്ലാത്ത ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു വൺ സൈഡ്, ഒരാൾക്ക് മാത്രം എല്ലാ കാര്യങ്ങളും നീതി ഇതൊക്കെ കിട്ടുന്നുണ്ട്, എല്ലാ ഗുണങ്ങളും കിട്ടുന്നു, ഒരാളോട് ഫുള്ള് അന്യായമാണ്. അങ്ങനത്തെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടാൻ പാടില്ല. രണ്ടാമത്തതാണ് പ്രൊഹിബിഷൻ ഓഫ് റിബ. റിബ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരാളോട് പണം വാങ്ങുമ്പോൾ ഒരു മാനദണ്ഡവും നോക്കാതെ കൂടുതൽ പണം തിരിച്ചടക്കുന്ന ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ പലിശ. ആ പലിശ നമ്മൾ ട്രാൻസാക്ഷനിൽ വരാൻ പാടില്ല. മറ്റൊന്നാണ് പ്രൊഹിബിഷൻ ഓഫ് ഖരാർ. ഖരാർ എന്ന് പറഞ്ഞാൽ ഡിസെപ്ഷൻ ആൻഡ് സ്പെക്കുലേഷൻ. ഓക്കെ, ഊഹക്കച്ചവടങ്ങൾ, ചീത്ത പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയാ, ഇല്ലാത്ത ഒരു സംഗതിയെ കുറിച്ച് നമ്മൾ സങ്കല്പങ്ങളുടെ പിന്നാലെ പോവുക. അത് നമുക്കൊരിക്കലും, നമ്മൾ പറഞ്ഞല്ലോ ഇസ്ലാമിക് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഇസ്ലാമിക് ഫിനാൻസ് ഈസ് ബേസ്ഡ് ഓൺ, ഫിനാൻസിങ് ഈസ് ബേസ്ഡ് ഓൺ റിയൽ അസറ്റ്. റിയൽ അസറ്റ് ഉണ്ടാകും, പക്ഷെ സ്പെക്കുലേഷൻ, ഡിസെപ്ഷൻ പോലുള്ള സംഗതികളൊന്നും ഇസ്ലാമിക് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ പെർമിഷൻ ഇല്ല. ഇത് നാലാമത്തെ ഒന്നാണ് പ്രൊഹിബിഷൻ ഓഫ് ഗാംബ്ലിംഗ്. ഗാംബ്ലിംഗ് നമുക്കറിയാലോ, ചൂതാട്ടം, ഗെയിം. അത് എല്ലാ ഗെയിമും അല്ല, ചൂതാട്ടം എന്താണ് കൃത്യമായിട്ട് നമുക്ക് അറിയാം. വെറുതെ നമ്മൾ സമയം കളയാൻ വേണ്ടിയിട്ട് മാത്രം, അതുകൊണ്ട് ആരോഗ്യം ഉണ്ടാകുന്നില്ല, അതുപോലെ തന്നെ നമുക്ക് ബുദ്ധി ഉപയോഗിക്കേണ്ടതില്ല. അങ്ങനത്തെയൊക്കെ കുറെ ഗെയിമുകളുണ്ട്. അതിൻ്റെയൊക്കെ വിശദീകരണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. അപ്പൊ ആ തരത്തിലുള്ള ഗാംബ്ലിംഗ് പോലുള്ള ഗെയിം ഇത് നമുക്ക് അനുവദിക്കുന്നില്ല. ദെൻ പ്രൊഹിബിഷൻ ഓഫ് മൊണോപ്പൊളി. ഓക്കെ, മൊണോപ്പൊളി ബിസിനസ്സിൽ വരുന്ന ഒന്നാണ്, പക്ഷെ മൊണോപ്പൊളി ഇസ്ലാമിക് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ അനുവദിക്കുന്നില്ല. കാരണം മൊണോപ്പൊളിയുടെ ദൂഷ്യ ഫലങ്ങൾ വളരെ കൂടുതലാണ്. സമൂഹത്തിൽ വളരെയധികം നെഗറ്റീവ് ഉണ്ടാക്കുന്ന, മോശമായ ഒരു സിറ്റുവേഷൻ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ മൊണോപ്പൊളി. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക് ഫിനാൻഷ്യൽ സിസ്റ്റം ഒരിക്കലും അത് അനുവദിക്കുന്നില്ല. മറ്റൊന്നാണ് പ്രൊഹിബിഷൻ ഓഫ് ഷോർട്ട് സെയിൽ. ഷോർട്ട് സെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലോങ് സൈറ്റ് ഇല്ലാതെ, എന്ന് പറഞ്ഞാൽ ഇപ്പം ഉള്ളത് എങ്ങനെയാ വെച്ചാൽ ഉള്ളത് വിറ്റൊഴിവാക്കുക, ഏത് തരത്തിലാണെങ്കിലും കച്ചവടം നടക്കുക, ഒന്നും നമ്മൾ ഗുണം നോക്കണ്ട, വില നോക്കണ്ട, എങ്ങനെയെങ്കിലും വിറ്റൊഴിവാക്കുക. അത് ശരിക്കും എന്തില്ല, മറ്റുള്ളവരെ ചീറ്റ് ചെയ്തുകൊണ്ട്, അതാണ് അതിന്റെ കൃത്യമായ വശം. നമ്മൾ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ആളുകൾക്ക് കച്ചവടം ചെയ്യാം, അതും ഇവിടെ അനുവദിക്കുന്നില്ല. ദെൻ മറ്റൊന്നാണ് പ്രൊഹിബിഷൻ ഇൻ മണി ട്രേഡിങ്. പണം കച്ചവടം ചെയ്യുന്നതിന് നമ്മളെ
ഇസ്ലാമിക് ഫിനാൻഷ്യൽ സിസ്റ്റം അനുവദിക്കുന്നില്ല. ബിക്കോസ് പണം എന്നുള്ളത് ഒരിക്കലും ഒരു കമ്മോഡിറ്റി അല്ല. മണി ഈസ് നോട്ട് എ കമ്മോഡിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു, മണി ഈസ് നോട്ട് എ കമ്മോഡിറ്റി, ഇറ്റ്സ് ഓൺലി എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ അതാണ് നമ്മൾ പണം പലിശ കൊടുക്കുന്ന ആളുകൾ, ബ്ലേഡ് മാഫിയ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഒരു സിസ്റ്റമേ ഇസ്ലാമിക് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ അനുവദിക്കുന്നില്ല. ആൻഡ് ലാസ്റ്റ് വൺ, പ്രൊഹിബിഷൻ ഓഫ് ഡീലിംഗ് ഇൻ അൺലോഫുൾ, നിയമവിരുദ്ധമായിട്ടുള്ള ഓർ അൺഎത്തിക്കൽ ഗുഡ്സ് ഓർ സർവീസ്. ഇപ്പോ മയക്കുമരുന്ന് ഡീൽ ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നില്ല. ഓക്കെ, അതുപോലെ എത്തിക്സിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചീത്ത കാര്യങ്ങളിൽ മാത്രം ഇടപെടുന്ന ആളുകൾ, അങ്ങനത്തെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ, അതൊന്നും നമ്മളെ ഈ ഇസ്ലാമിക് ഫിനാൻഷ്യൽ സിസ്റ്റം അനുവദിക്കുന്നില്ല. അപ്പൊ നമ്മൾ വേശ്യാപ്രവർത്തനം ഓക്കെ അനുവദിക്കുന്നില്ല. ഓക്കെ, ഇതൊക്കെയാണ് ഇസ്ലാമിക് ഫിനാൻഷ്യൽ സിസ്റ്റം പ്രൊഹിബിറ്റ് ചെയ്യുന്ന, നിഷേധിച്ചിട്ടുള്ള, നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏരിയയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ട്രേഡ് ഇൻ ഇസ്ലാം. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ അതിന്റെ നിയമങ്ങളും ദൂഷ്യ വശങ്ങളും അതുപോലെ നല്ല വശങ്ങളും ഒക്കെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി നമ്മൾ ഈ ട്രേഡിലേക്ക് വരികയാണ്. അപ്പൊ ഇസ്ലാമിൽ ട്രേഡിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കൃത്യമായിട്ട് നോക്കുക. ദി ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഹാവ് ഓൾവേസ് ബീൻ ഓഫ് പ്രൈം ഇമ്പോർട്ടൻസ് ഇൻ ഇസ്ലാം. ഈ ട്രേഡ് അതുപോലെ കൊമേഴ്സ്, കച്ചവടമാണെങ്കിലും ശരി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഏരിയയാണ് ഇസ്ലാം എന്നുള്ളത്. ഇസ്ലാമിൽ അത്ര തന്നെ അതിന് പ്രാധാന്യമുണ്ട്. ബിക്കോസ് ദ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആൻഡ് ഹിസ് വൈഫ് ഖദീജ റളിയല്ലാഹു അൻഹ were both merchants. നമ്മുടെ ഈ നേരത്തെ പറഞ്ഞിരുന്ന അവസാനത്തെ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിലും അതുപോലെ അദ്ദേഹത്തിന്റെ പ്രിയതമ ആയിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ, ഈ രണ്ടാളുകളും ബിസിനസ് ചെയ്ത ആളുകളാണ്. And the holy city of Mecca had been the center for commercial activities since pre-Islamic days. അപ്പോൾ ഈ പ്രവാചകൻ മുസ്ലിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ പ്രിയതമ ഖദീജ റളിയല്ലാഹു അൻഹ ഒക്കെ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തിരുന്ന ആളുകളാണ്. മാത്രമല്ല, അവര് ജീവിച്ചിരുന്ന ഈ മക്ക എന്ന് പറയുന്ന ആ സിറ്റി, അവിടെ ഇഷ്ടം പോലെ കച്ചവടക്കാർ വന്നിരുന്ന അല്ലെങ്കിൽ കച്ചവടം നടത്തിയിരുന്ന സ്ഥലമാണ്. ഇത് ഇസ്ലാം വന്നപ്പോഴല്ല, ഇസ്ലാം വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ അതൊരു കച്ചവടത്തിന്റെ ഏരിയ ആയിരുന്നു. അതില് ആ കച്ചവടത്തിൽ പ്രാധാന്യമുണ്ട് എന്ന്, അല്ലെങ്കിൽ കച്ചവടങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് ഈ പ്രവാചകനും ഈ മതവും അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതിനൊരു തെളിവായിട്ട് പറയുന്നതാണ് ഈ പറയുന്ന പ്രവാചകനും അദ്ദേഹത്തിന്റെ പത്നിയും ഭാര്യയും ഒക്കെ ഈ കച്ചവടം നടത്തിയിരുന്നു എന്നുള്ളത്. Then Quran is filled with parables of using the language of trade. ഖുറാൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇസ്ലാമിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഖുറാൻ. ഈ ഖുറാനിൽ ഇഷ്ടംപോലെ സ്ഥലത്ത് കച്ചവടങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പല എന്താ പറയാ ചാപ്റ്ററുകളിലും, ഖുറാന്റെ പല ചാപ്റ്ററുകളിലും കൃത്യമായിട്ട് കച്ചവടങ്ങളെ കുറിച്ചും കച്ചവടം എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, അത് ചെയ്താലുണ്ടാവുന്ന നല്ല രൂപത്തിൽ കച്ചവടം ചെയ്താലുണ്ടാകുന്ന അതിന്റെ ഗുണങ്ങളും മോശമായ രൂപത്തിൽ കച്ചവടം ചെയ്താലുണ്ടാകുന്ന പ്രയാസങ്ങളും എല്ലാം ഖുറാനിൽ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത് കച്ചവടം ചെയ്യണ്ട എന്നുള്ളതല്ല, കച്ചവടത്തെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് ഇസ്ലാം. Then the Prophet Muhammad sallallahu alaihi wasallam was himself engaged in business before he became prophet. അപ്പോ ഈ അവസാനത്തെ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ 40ാമത്തെ വയസ്സിലാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിക്കുന്നത്.
എന്നാൽ അതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹം ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നുണ്ട്. Then he proved to be the most honest and successful businessman in whole Arab. His way of doing business became a model for entire humanity. എന്ന് പറഞ്ഞാൽ അദ്ദേഹം കച്ചവടം ചെയ്തിരുന്ന സമയത്ത് ആളുകള് അയാളുടെ സാധനങ്ങൾ നോക്കിയിട്ട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ടാൽ തന്നെ അദ്ദേഹം ചെയ്തിരുന്ന ബിസിനസ്സുകൾ, ആ ബിസിനസ് വേ എങ്ങനെയാണോ കച്ചവടം ചെയ്തത് അത് കണ്ടാൽ തന്നെ അന്നത്തെ ആളുകൾക്കൊക്കെ മനസ്സിലായി ഇദ്ദേഹം സത്യസന്ധനാണ്, ഇങ്ങനെയാണ് നമ്മൾ കച്ചവടം ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അല്ലാതെ തിയറി മാത്രമല്ല, പ്രാക്ടിക്കലായിട്ട് അദ്ദേഹം കാണിച്ചു കൊടുത്തു എങ്ങനെയായിരിക്കണം നമ്മൾ കച്ചവടം ചെയ്യേണ്ടത്. അപ്പൊ അത് അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന അറബ് ആ ആളുകൾക്ക് ഫുള്ള്, അവിടെ ജീവിച്ചിരുന്ന എല്ലാ മനുഷ്യന്മാർക്കും അറിയാം. അല്ലാതെ അവിടെ മുസ്ലിംസ് എന്നോ അല്ലെങ്കിൽ നോൺ മുസ്ലിം എന്നുള്ള രൂപത്തിലല്ല, എല്ലാ ആളുകളും അംഗീകരിച്ച് അവർക്കെല്ലാം വിശ്വാസ്യനായ ഒരു കച്ചവടക്കാരനായിരുന്നു ഈ പ്രൊഫറ്റ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പ്രൊഫറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ, ബിക്കോസ് ഓഫ് ദി ഫാക്ട് ദാറ്റ് ഇൻ ബിസിനസ് വാസ് ബേസ്ഡ് ഓൺ ദി ഗൈഡ് ലൈൻസ് പ്രൊവൈഡഡ് ബൈ ദി ക്രിയേറ്റർ ഓഫ് ദി യൂണിവേഴ്സ്. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് ഈ നമ്മൾ നല്ല രൂപത്തിലാണ് കാരണം കച്ചവടം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. നമ്മൾ ആ കോൺസ്റ്റിറ്റ്യുവൻസിൽ നമ്മൾ പറഞ്ഞത് ബിലീഫ് ഇൻ ഡിവൈൻ എന്ന ഒരു ഡിവൈൻ ഫാക്ടർ, അത് നമ്മൾ ഫസ്റ്റ് ഏരിയയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നല്ല രൂപത്തിലാണ് കച്ചവടം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ അടുത്ത് നമുക്ക് കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഈ ട്രേഡുമായി പറയുന്നത്, ഇറ്റ് ഈസ് മാൻഡേറ്ററി ഓൺ ദി പാർട്ട് ഓഫ് ട്രേഡേഴ്സ് to sell the goods in a quantity to customers which is due to them. നമ്മൾ ഒരാള് ബിസിനസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അളവിലും തൂക്കത്തിലും ഒന്നും ഒരു വ്യത്യാസവും നമ്മൾ കാണിക്കാൻ പാടില്ല. അത് ശരിക്കും എന്താണ്, ചീറ്റിംഗ് ആണ്. കാരണം ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, ചില കാര്യങ്ങളൊക്കെ നമ്മൾ തൂക്കി കൊടുപ്പോൾ 1 കിലോ ഒരു പ്രോഡക്റ്റ് നമ്മൾ 1 കിലോ വാങ്ങാൻ 50 രൂപയാണ്. നമ്മളത് ഒരു പാക്കറ്റ് വാങ്ങണം, ആ പാക്കറ്റിന് അത് 1 കിലോ അതിനും 50 രൂപയാണ്. പക്ഷെ അതിൽ 1 കിലോ ഇല്ല എന്ന് പറഞ്ഞാൽ ശരിക്കും അതെന്താണ്, നമ്മൾ തൂക്കത്തിൽ കാണിക്കുന്ന ഒരു കൃത്രിമമാണ്. അതുകൊണ്ട് അതുണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി കൃത്യമായിരിക്കണം. Then in a business transaction there must be appropriate exchange of value in terms of quantity as well as quality of goods. That is, the value given to a customer in terms of goods must confer to the value of money charged to him. In this way, honesty will be promoted. എന്ന് പറഞ്ഞാല് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ തൂക്കത്തിൽ മാറ്റം വരുത്താൻ പാടില്ല, അളവിലും തൂക്കത്തിലും മാറ്റം വരുത്താനോ അല്ലെങ്കിൽ കൃത്രിമം കാണിക്കാനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ കസ്റ്റമറോട് നമ്മൾ പണം വാങ്ങുമ്പോൾ ആ പണത്തിന് കൃത്യമായ ഒരു മൂല്യമായിരിക്കണം നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത്. Then in this way honesty will be promoted. ഇങ്ങനെയാണ് നമ്മൾ ഹോണസ്റ്റി പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നമ്മൾ ഒരാളോട് നമ്മൾ എന്താണോ എത്ര രൂപയാണോ വാങ്ങുന്നത് ആ കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നമ്മൾ ഒരാളോട് പണം നമ്മൾ ഒരാളോട് പണം വാങ്ങുമ്പോൾ ആ പണത്തിന് കൃത്യമായ മൂല്യം എത്രയാണ് നമ്മൾ ആ മൂല്യം കണക്കാക്കിയിട്ട് നമ്മൾ അവർക്ക് ഗുഡ്സ് കൊടുക്കണം. അതല്ല എങ്കിൽ അവിടെ ഹോണസ്റ്റി ഇല്ല, നമ്മൾ വിശ്വാസ വഞ്ചനയാണ് കാണിക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. നമ്മൾ നേരത്തെ മോണോപ്പൊളിയുടെ കേസ് പറഞ്ഞു. നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോ ഈ കോവിഡിന്റെ ഒരു കേസിൽ നമ്മുടെ നാട്ടിൽ ഒരാള് അതിന്
വാക്സിൻ കണ്ടുപിടിച്ചു. അപ്പോൾ അതിന് അയാൾക്ക് ഒരു 100 രൂപ മാത്രമേ അതിന് ചെലവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ 100 രൂപയ്ക്ക് അയാൾക്ക് അത് വിൽക്കാൻ പറ്റും. ലാഭം എടുത്തിട്ട് തന്നെ അയാൾക്ക് 100 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. പക്ഷെ വേറെ ആരും ഇത് കണ്ടെത്തിയിട്ടില്ല. അപ്പൊ അയാൾ ഒരു 25,000 രൂപ ആണ് ഇതിന്റെ വില എന്ന് പറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിൽ പല ആളുകൾക്കും എന്താണ് ഇത് അഫോർഡബിൾ അല്ല. മിക്ക ആളുകൾക്ക് ഇത് അഫോർഡബിൾ അല്ല. ചില ആൾക്ക് ഇതിന്റെ പക്ഷെ ആളുകൾ ഇത് വാങ്ങാൻ നിർബന്ധിതരാണ്. ബിക്കോസ് ഈസ് മൊണോപ്പൊളി. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു വിഷയം. അപ്പൊ കൃത്യമായിട്ട് വാല്യൂ, ക്വാളിറ്റി, ക്വാണ്ടിറ്റി ഒക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ ബിസിനസ് ചെയ്യാവൂ എന്നാണ് ഇസ്ലാമിക് ഫിനാൻഷ്യൽ സിസ്റ്റം പറയുന്നത്. Then Islam has not permitted selling a defective goods to make undue profit out of them. Okay, unless their defects are disclosed to the customer. നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉള്ള എന്തെങ്കിലും ഫോൾട്ട് ഉള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ ആളുകൾക്ക് കൊടുക്കുക. എന്നാൽ ആ ഡിഫക്റ്റ് നമ്മൾ ആളുകളെ നിന്ന് മറച്ചു വെച്ചിട്ടാണ് കൊടുക്കുന്നത് എങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പെർമിറ്റഡ് ഇസ്ലാം. നമുക്ക് ഡിഫക്റ്റ് ഉള്ള ഗുഡ്സ് കൊടുക്കാം. അവരോട് പറയാം, നമുക്ക് ഇതാ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഈ പ്രോഡക്റ്റ് എന്താ ഇവിടെ എങ്ങനെ ഒരു ഇപ്പൊ നമ്മളൊരു ഇലക്ട്രോണിക് ഐറ്റം ആണ് വിചാരിക്കും. ഇപ്പൊ റെഫ്രിജറേറ്റർ, ഒരു ഫ്രിഡ്ജ്. ആ ഫ്രിഡ്ജിന് ശരിക്ക് 10,000 രൂപയാണ് അതിന്റെ പ്രൈസ്. അപ്പൊ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടത്തിയ സമയത്ത് അതിന് സ്ക്രാച്ച് വന്നു. അപ്പൊ നമ്മൾ ആളുകളോട് പറയാം, എന്താ ഇതിന് ഇങ്ങനെ ഒരു സ്ക്രാച്ച് ഉണ്ട്, അതുകൊണ്ട് ഇതിന്റെ വില 7,000 ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അതല്ലാതെ നമ്മള് ഇതിന് വേറെ ഒരു പ്രയാസവും ഇതിലില്ല. അപ്പൊ നമ്മൾ ആളുകളോട് 10,000 രൂപയ്ക്ക് നമ്മൾ ഈ ഗുഡ്സ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് ഒരു ഡിഫക്റ്റ് ആ പ്രോഡക്റ്റിനുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സെല്ലർ കസ്റ്റമറോട് ആ ഡിഫക്റ്റ് പറയണം. ഇതിന് കംപ്ലൈന്റ് ഉള്ള പ്രോഡക്റ്റ് അത് കംപ്ലൈന്റ് ഉള്ളതാണ്, അല്ലാതെ നമ്മൾ അവരെ ചീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ അൺഡ്യൂ പ്രോഫിറ്റ് ഉണ്ടാക്കാനും പാടില്ല. ഓക്കെ, then all the specification must be made clear to the customer before selling a product. നമ്മൾ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും, ഇതിന് ഗ്യാരണ്ടി ഉണ്ടോ, വാറണ്ടി ഉണ്ടോ, ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കേണ്ടത്, ഇതിന്റെ സ്വഭാവം എന്താണ്, ഇതുകൊണ്ടുണ്ടാവുന്ന പ്രയാസങ്ങളും ഗുണങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കണം. അയാൾക്ക് അറിയില്ല എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അയാൾക്ക് അറിയിച്ചു കൊടുക്കണം. ഡിഫക്ട്സ് if any should be disclosed so as to allow him to take decision regarding buying a product. ഈ ഗുഡ്സിന് ഇനി എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട്, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും സെല്ലർ കസ്റ്റമറെ ഈ ഡിഫക്റ്റിനെ കുറിച്ച് അറിയിക്കണം. എന്നിട്ട് കസ്റ്റമർ തീരുമാനിക്കണം, ഈ ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിലും ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങാൻ തയ്യാറാണ്. എന്നിട്ട് ആ പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ then there is no problem. Otherwise it is not permitted by Islam. Then the Prophet Muhammad sallallahu alaihi wasallam said, whoever sells a defective product without disclosing its defect to the purchaser shall earn the permanent anger of Almighty Allah, and angels continuously curse such a person. ഇനി ഒരാള് ഇങ്ങനെ ഡിഫക്റ്റ് ആയ ഒരു ഗുഡ്സ് ഒരാൾ മാർക്കറ്റ് ചെയ്തു, കസ്റ്റമർക്ക് കൊടുത്തു, അയാൾ അത് വാങ്ങി, ഈ ഡിഫക്റ്റിനെ കുറിച്ച് സെല്ലർ പറഞ്ഞിട്ടില്ല എങ്കിൽ തീർത്തും ഓൾമൈറ്റി അല്ലാഹ് ആൻഡ് ദ ഏഞ്ചൽസ്, ഓക്കെ, ഇവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ശാപം നമ്മുടെ മേൽ, ഈ സെല്ലറുടെ മുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇസ്ലാമിക് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഇസ്ലാമിക് ഫിനാൻഷ്യൽ സിസ്റ്റം, ഇസ്ലാമിക് ബാങ്കിങ്, ഇസ്ലാമിക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ നമ്മൾ ഫെയ്ത്ത് ഇൻ ഓൾമൈറ്റി ഒരു കോൺസ്റ്റിറ്റ്വന്റ് ആയി പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ദൈവത്തിൽ നിന്നും ഒരു ശാപം ഉണ്ടാവും, അല്ലെ മലക്കുകളിൽ നിന്നും മാലാഖമാരിൽ നിന്നും ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു ശാപം ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം നമ്മളിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ നല്ല രൂപത്തിലാണ് ആ ബിസിനസ് ചെയ്യേണ്ടത്. എന്നാൽ നമുക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവില്ല, പകരം അനുഗ്രഹങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രേഡ് ഇൻ ഇസ്ലാം.
Then next area, the Islam not only prohibits buying and selling of illegal goods, but also selling the legal goods is prohibited if there is apprehension of such goods being used for illegal purpose. ഇസ്ലാം എന്ന് പറയുന്നത് ഇല്ലീഗൽ ഗുഡ്സ് വാങ്ങുക വിൽക്കുക എന്നുള്ളത് മാത്രം അല്ല പ്രൊഹിബിറ്റ് ചെയ്യുന്നത്. ലീഗലായിട്ടുള്ള ഗുഡ്സും ചിലപ്പോ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റില്ല. കാരണം ഈ ലീഗൽ ആയിട്ടുള്ള ഗുഡ്സ് ഇല്ലീഗൽ പർപ്പസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ ഇല്ലീഗൽ ആയിട്ട് ഇപ്പൊ നമുക്ക് ഇല്ലീഗൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പൊ നമ്മള് ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ മയക്കുമരുന്ന് പോലുള്ള കാര്യങ്ങൾ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റില്ല, അത് ഇല്ലീഗലാണ്, നമുക്കറിയാം. അത് ഇസ്ലാമും അനുവദിക്കുന്നില്ല. എന്നാൽ ചിലത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അത് ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്ന് പറയുന്നുണ്ട്. അത് പറ്റാത്ത ഒരാവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കും. അപ്പൊ അതിലൊരു ഉദാഹരണം പറയുന്നത്, സെല്ലിംഗ് ഓഫ് പാരസെറ്റമോൾ ആസ് എ മെഡിസിൻ ടു ക്യൂർ ഹെഡേക്ക് ഈസ് ലീഗൽ. നമുക്ക് ഒരാൾക്ക് ഒരു തലവേദനയോ അല്ലെങ്കിൽ പനിയോ ഉണ്ടെങ്കിൽ അയാൾക്ക് പാരസെറ്റമോള് കഴിക്കാം. അത് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു പാരസെറ്റമോൾ വാങ്ങിയിട്ട് അയാൾക്ക് കഴിക്കാം. അത് ലീഗലാണ്. അത് വിൽക്കാനും പറ്റും, വാങ്ങാനും പറ്റും, കഴിക്കാനും പറ്റും. But it will become illegal if the same drug is sold to a person who is addicted to use paracetamol as a drug. ഒരാള് പാരസെറ്റമോളിന് അഡിക്റ്റ് ആയി, അപ്പൊ അയാള് ഒരു കുറെ എണ്ണം ഒരു 50 പാരസെറ്റമോൾ അയാൾ വാങ്ങുക, അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഒരാൾക്ക് 50 പാരസെറ്റമോളിന്റെ ആവശ്യം വരില്ല. If he purchased it in large quantity, we want to understand that he is addicted to that medicine. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഇല്ലീഗലായി മാറി. മനസ്സിലായോ? അപ്പൊ പല ആളുകളും എന്താണ്, ഈ ഉറക്കു ഗുളിക ഒക്കെ ഒരുപാട് കഴിച്ച് അല്ലെ അങ്ങനെ അഡിക്റ്റ് ആകുന്ന ആളുകളുണ്ട്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യും, ഒരളവിൽ കൂടുതൽ അത് കൊടുക്കാൻ നമ്മളെ അനുവദിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളതും ഇസ്ലാം പ്രൊഹിബിറ്റ് ചെയ്യുന്നു. സോ ആസ് എ ഗൈഡ് ടു മുസ്ലിം, Islam instructs and guides a Muslim to adopt the principles of honesty, justice, mutual trust, respect for humanity, avoidance of unlawful acts, then charging of reasonable and exchanging values in due weights and measurements in his business activities in order to be successful in this world and the world hereafter. He has to be honest in his business, conducted to unfold various rewards as promised by Almighty Allah. അപ്പൊ ഇവിടെ നമ്മള് മുസ്ലിംസിന് ഒരു ഗൈഡൻസ് ആയിട്ട് തന്നെ ഇസ്ലാം കൃത്യമായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. എന്തൊക്കെ ഹോണസ്റ്റി, വിശ്വാസം ഉണ്ടാവണം, സത്യസന്ധനായിരിക്കണം, നീതി പുലർത്തണം, പരസ്പര വിശ്വാസം വേണം, മാനുഷിക പരിഗണന ഉണ്ടാവണം, രാജ്യത്തിന്റെ നിയമങ്ങൾ നമ്മൾ ഫോളോ ചെയ്തിരിക്കണം, അതുപോലെ അളവിലും തൂക്കത്തിലൊന്നും കൃത്രിമം നമ്മൾ കാണിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്ത് വെച്ചിട്ടും അതുപോലെ മരണാനന്തര ജീവിതത്തിലും അദ്ദേഹത്തിന് ഒരുപാട് നന്മകൾ ഉണ്ടായിരിക്കും, വിജയം ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ ലോക സൃഷ്ടാവായിട്ടുള്ള ദൈവം അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് ഒരുപാട് റിവാർഡ്സ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഈ രൂപത്തിലൊക്കെയാണ് ഒരാള് കച്ചവടം ചെയ്യുന്നത് എങ്കിൽ. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന ഈ നിയമങ്ങളൊക്കെ എന്തിന്റെ ബേസിലാണ്? അപ്പൊ നമ്മൾ പറഞ്ഞു ശരിയ എന്നുള്ള കേസ് നമ്മൾ പറഞ്ഞു. ഈ ശരിയയുടെ സോഴ്സസ് എന്തൊക്കെയാണ്? അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു പോയതാണ്. ശരിയ എന്ന് പറയുന്ന ആ റൂൾ, ലോസ് ഡെവലപ്പ് ചെയ്തത് ഈ പറയുന്ന 5 കാര്യങ്ങളിൽ നിന്നാണ്. ദ ഖുർആൻ, സുന്ന, ഇജ്മാ, ഖിയാസ് ആൻഡ് ഇജ്തിഹാദ്. നമുക്ക് നോക്കാം ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ബേസിസ് ഓഫ് ഇസ്ലാമിക് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. ഇസ്ലാമിക് ബാങ്കിങ് ആൻഡ് ഫിനാൻസിന്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ ശരിയ ഡെവലപ്പ് ചെയ്തത് ദ ഖുർആൻ. ഓക്കെ. അപ്പൊ എന്താണ് ഖുർആൻ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഖുർആൻ ഈസ് ദ ഫസ്റ്റ് സോഴ്സ് ഓഫ് ദി ശരിയ. ശരിയയുടെ ഏറ്റവും പ്രാഥമിക ഉറവിടം, ശരിയ ഉണ്ടായത് അതിന്റെ ആദ്യത്തെ സോഴ്സ് എന്ന് പറയുന്നത് ഖുർആനാണ്. ദ ജനറൽ ആൻഡ് സ്പെസിഫിക് റൂൾസ് ഓൺ റിലീജിയസ്,
commercial, political, economic, legal, and social norms. All these are specified in Quran. And the emphasis on mutual consent and consensus among consenting parties. ഓക്കെ, നമ്മളൊരു കച്ചവടം ചെയ്യുമ്പോൾ രണ്ടാളുകളെയും സെല്ലറും ബയറും പരസ്പര കൺസെന്റ് ഉണ്ടാവണം, പരസ്പരം സമ്മതിക്കണം ഈ കച്ചവടത്തിൽ. ഇതൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. Then prohibits exploitative measures, means excessive risk or uncertainty, usury or interest, that is riba. എന്ന് പറഞ്ഞാൽ ഒരു പരിധിയിൽ കവിഞ്ഞ റിസ്ക് ഉള്ള അല്ലെങ്കിൽ അൺസർട്ടൈൻ ആണ്, നമുക്ക് ഒരു ഉറപ്പില്ല അങ്ങനെ ഉണ്ടാവോ സംഭവിക്കും, അങ്ങനെയുള്ള ഒരു ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ പലിശ നമുക്ക് തൊടാനേ പറ്റില്ല. ഇതൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. Then the Quran also specifies the prohibition of cheating and corrupt practices in the management of fund. നമ്മളൊരാളെ ചീറ്റ് ചെയ്യാൻ പറ്റില്ല, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കറപ്റ്റ് പ്രാക്ടീസ്, നമ്മൾ എന്തെങ്കിലും കൃത്രിമം ചെയ്യുക, മറ്റുള്ളവരെ പറ്റിക്കുക, ഇൻ ദി മാനേജ്മെന്റ് ഓഫ് ഫണ്ടിൽ കൃത്രിമം ചെയ്യുക, ഇതൊന്നും നമുക്ക് അനുവദിക്കുന്നില്ല. ആൻഡ് ഡസ് നോട്ട് അലോ ഡീലിംഗ് ഇൻ പ്രൊഹിബിറ്റഡ് പ്രോഡക്ട്സ് എന്താണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അങ്ങനെയുള്ള ഒരു സംഗതികളിൽ നമ്മൾ ഏർപ്പെടാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് ശരിയയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ശരിയ ഇത് വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ, ഖുർആനിൽ പറഞ്ഞത് എന്താണോ അതിനെ വിശദീകരിച്ചിട്ടുണ്ട് ശരിയ എന്നർത്ഥം. അപ്പൊ ശരിയയുടെ ബേസ് എന്ന് പറയുന്നത്, ദ ഫസ്റ്റ് സോഴ്സ് എന്ന് പറയുന്ന ഒന്നാണ് ഖുർആൻ. ദെൻ രണ്ടാമത്തേതാണ് സുന്ന. എന്താണ് സുന്ന? The Sunnah refers to the authentic statements, actions, and approvals of Prophet Muhammad. The Sunnah literally means way and therefore refers to the way of Prophet. Another word sometimes interchangeably used with Sunnah is Hadith. Therefore, books of Hadith are referred to as Sunnah, as they are collections of the statements, actions, and approvals of Prophet Muhammad, peace be upon him. അപ്പൊ ഈ സുന്ന അല്ലെങ്കിൽ സുന്നത്ത് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആധികാരികമായ സ്റ്റേറ്റ്മെന്റ്, പ്രവാചകന്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം അംഗീകരിച്ച കാര്യങ്ങൾ, ഇതിനെയാണ് നമ്മൾ സുന്ന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുന്നത്ത് എന്ന് പറയുന്നത്. ഇതിനെ മറ്റൊരു തരത്തിൽ നമ്മൾ ഹദീസ് എന്ന് പറയാം. അപ്പൊ പ്രവാചകൻ എങ്ങനെയാണ് ജീവിച്ചത്, അദ്ദേഹത്തിന്റെ വേ ഓഫ് ലൈഫ്, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് സുന്ന. ആ രൂപത്തിലാണ് നമ്മളും ജീവിക്കേണ്ടത്. ഇതിനെ പറയുന്ന മറ്റൊരു കാര്യം കൂടെ, ഈ സുന്നത്തിനെ പറയുന്ന മറ്റൊന്നാണ് ഹദീസ് എന്നുള്ളത്. ഹദീസ് എന്ന് പറഞ്ഞാൽ അത് പുസ്തകങ്ങളാണ്. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റും ആക്ഷൻസും അപ്രൂവൽസും വേ ഓഫ് ലൈഫ് എല്ലാം കൃത്യമായി എഴുതി വെക്കപ്പെട്ട പുസ്തകമാണ് ഹദീസ്. Okay. Then the Sunnah is collected in many volumes of Hadith books. Hadith can be used to help explain and elaborate on the Quran. Likewise, the Sunnah contains rulings, guidance on all kinds of issues and circumstances. There are over 40 verses in the Quran which command adherence to the way of the Prophet is Sunnah. Okay. എന്ന് പറഞ്ഞാൽ ഖുർആനിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ചില സാഹചര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം, ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിന്റെയൊക്കെ വിശദീകരണങ്ങൾ ഈ പറയുന്ന ഹദീസിൽ ആ ചരിത്രം തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ പ്രവാചകൻ ഇന്നത് ചെയ്തു എന്നേ ചിലപ്പോൾ ഖുർആനിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് ഏതെങ്കിലും ഒരു ഹദീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സാഹചര്യം അടക്കം ആരൊക്കെ തമ്മിലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ വരെ ആ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ അതിന്റെ എക്സ്പ്ലനേഷൻ കിട്ടും. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ശരിയ സ്കോളേഴ്സ്, ശരിയ അഡ്വൈസേഴ്സ് അവര് നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ ശരിയ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ സോഴ്സ് ആണ് ഖുർആൻ. രണ്ടാമത്തതാണ് സുന്ന. സുന്ന എന്ന് പറഞ്ഞാൽ ഈ ദി വേ ഓഫ് the prophet, way of life of the prophet, or the statements, authentic statements, actions and approvals of Prophet Muhammad sallallahu alaihi wasallam. അതാണ് നമ്മൾ സുന്ന എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് ഇജ്മാ.
ശരിയ ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ ശരിയയുടെ സോഴ്സ് ആയ മൂന്നാമത്തേതാണ് ഇജ്മാ, കോൺസെൻസസ് എന്ന് പറഞ്ഞാൽ ദിസ് റെഫേഴ്സ് ടു ടീച്ചിങ്സ് ഇൻ ഇസ്ലാം that have been agreed upon by the early generations of Muslim scholars. That these are matters that are established and leave no room for disagreement in Sharia. എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ മുസ്ലിം സ്കോളേഴ്സിന്റെ അല്ലെങ്കിൽ മുസ്ലിംസിന്റെ പഴയ തലമുറകൾ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ച് തന്ന, കൈമാറി തന്ന കുറെ പാഠങ്ങളുണ്ട്. എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു തന്ന മാർഗം, അതിനെയാണ് ശരിക്കും നമ്മൾ ഇജ്മാ എന്ന് പറയുന്നത്. അതായത് ശരിയ അഡ്വൈസേഴ്സ് നമുക്ക് കൃത്യമായിട്ട് അതിൽ ഗൈഡൻസ് തരികയും ചെയ്യും. ഓക്കെ, ഇത് ഇസ്ലാമിന്റെ ഉള്ളിലായിരിക്കും. ഇസ്ലാമിന്റെ ഒരു നിയമം പോലും അതിൽ നിന്നും വേർതിരിഞ്ഞ് അല്ലെങ്കിൽ വ്യതിചലിച്ച് പോയിട്ടുണ്ടാവില്ല. ശരിയ റൂൾസ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമ്മുടെ പൂർവികന്മാർ, മുസ്ലിംസിന്റെ മുസ്ലിം വിഭാഗത്തിലെ പഴയ ആളുകൾ നമുക്ക് കാണിച്ചു തന്നത്. ആ ജീവിതചര്യകളെയാണ് നമ്മൾ ഇജ്മാ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഇജ്തിഹാദ്, ജൂറിസ്റ്റിക് ഡിസിഷൻ. ഇജ്തിഹാദ് ഈസ് അപ്ലൈഡ് ബൈ ദി മുജ്തഹിദ്. ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രവർത്തനമാണ്. മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ ആ ഇജ്തിഹാദോടുകൂടി ജീവിച്ച ആളുകളെ, ആ വ്യക്തിയെയാണ് നമ്മൾ മുജ്തഹിദ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ജൂറിസ്റ്റ്, മുസ്ലിം സ്കോളർ who does not find the answer clear cut from Quran or Sunnah. ചില കാര്യങ്ങൾക്ക് ഈ ഖുറാനും സുന്നത്തും നമ്മുടെ മുമ്പിൽ സൊല്യൂഷൻ ഇല്ലാതെ വരും. ഇപ്പോ ഷെയർ മാർക്കറ്റിന്റെ ഒക്കെ കേസിൽ അതൊന്നും പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല. അതുപോലെ ഓൺലൈൻ ട്രാൻസാക്ഷൻ, ഇന്റർനെറ്റിലൂടെയുള്ള ട്രാൻസാക്ഷൻസ് പഴയ കാലത്തില്ല. അപ്പൊ അങ്ങനെയുള്ളതിന് നമുക്ക് ഖുറാനും സുന്നത്തും നോക്കിക്കഴിഞ്ഞാൽ we cannot find a clear cut solution. അങ്ങനെയുള്ള സമയത്ത് they explore into the primary sources to find the answer based on their skills of judgment, maintaining the aims of Sharia and trying their best to interpret the aims of Sharia and trying to the best to interpret the intent of the lawmaker. അപ്പൊ നമ്മൾ ഈ പുതിയ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒക്കെ ആവുമ്പോൾ ആ ട്രാൻസാക്ഷനെ കുറിച്ച് കൃത്യമായി പഠിക്കുകയും ഇതുമായി വരുന്ന എല്ലാ കാര്യങ്ങളും, ഇതിനോടനുബന്ധമായി ബന്ധപ്പെട്ട് വരുന്ന ശരിയ അനുബന്ധിക്കുന്ന മറ്റ് ഓൺലൈൻ അല്ലാതെ നടക്കുന്ന ട്രാൻസാക്ഷനും ഇന്റർനെറ്റ് ഇതിനെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ നോക്കി, ഞാനൊരു ഉദാഹരണമാണ് ഇന്റർനെറ്റ് ട്രാൻസാക്ഷൻ പറയുന്നത്. അപ്പൊ ഇതുപോലെ ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പഠിച്ച് ഇന്റർനെറ്റ് ട്രാൻസാക്ഷൻ നമുക്ക് പെർമിസിബിൾ ആണോ, അനുവദനീയമാണോ, എങ്ങനെയാണെങ്കിലാണ് അതിന് അനുവദനീയമാവുക, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊഹിബിറ്റഡ് ആണ് എന്ന് കൃത്യമായിട്ട് ഇവര് ഈ ഖുറാനെയും ഹദീസിനെയും ബേസ് ചെയ്തിട്ട് ഈ പുതിയ അതിലില്ലാത്ത ഒരു കാര്യത്തിന് നമുക്ക് സൊല്യൂഷൻ പറഞ്ഞു തരും. അതിനെയാണ് നമ്മൾ ഇജ്തിഹാദ് അഥവാ ജൂറിസ്റ്റിക് ഡിസിഷൻ. സ്കോളേഴ്സ് എല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്തിട്ട് എടുക്കുന്ന ഒരു തീരുമാനം. And another one, ഖിയാസ്. ഖിയാസിനെ നമ്മൾക്ക് അനലോഗി എന്ന് പറയും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഫർ ടു ഇജ്തിഹാദ്. ഇജ്തിഹാദിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഇജ്തിഹാദ് നമ്മൾ പറഞ്ഞു, സ്കോളേഴ്സ് എല്ലാവരും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് അവരൊരു തീരുമാനത്തിലെത്തും. അപ്പൊ ആ ഇജ്തിഹാദിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗം ആണ് ശരിക്ക് ഖിയാസ് എന്ന് പറയുന്നത്. സോ ഖിയാസ് ഈസ് യൂസ്ഡ് ടു ഫിഗർ ഔട്ട് rulings based on similar existing ruling by way of analogy. നമ്മൾ എന്ത് ചെയ്യും? Then qiyas is used in Islamic law to deal with new situations as they arise. അതായത് നമ്മുടെ മുമ്പിൽ ഒരു സാഹചര്യം വന്നു, ഒരു പുതിയ സാഹചര്യം, ഇതുവരെ അങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതിനോട് ചേർന്ന് വരുന്ന പല കാര്യങ്ങളും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവും. ഈ പഴയ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെ പുതിയ സാഹചര്യങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യും, എന്തൊക്കെ മാറ്റങ്ങളാണെന്ന്. ഇപ്പൊ ഇവിടെ പറയുന്നത്, ഫോർ എക്സാമ്പിൾ, ദ ഖുർആൻ ഫോർബിഡ്സ് ദ യൂസ് ഓഫ് ആൽക്കഹോൾ ബട്ട് ഡസ് നോട്ട് മെൻഷൻ നാർക്കോട്ടിക്സ്. ഖുർആനിൽ കൃത്യമായിട്ട് ആൽക്കഹോള് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ മദ്യം ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ മയക്കുമരുന്നിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ബിക്കോസ് alcohol and narcotics are both intoxicating. One may use qiyas to determine that Islamic law forbids narcotics as well. അപ്പോൾ ഖുർആനിൽ ആൽക്കഹോളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആൽക്കഹോൾ നിഷിദ്ധമാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്ത് ഇജ്തിഹാദിലൂടെ ഇവർ നാർക്കോട്ടിക്സും പ്രൊഹിബിറ്റഡ് ആണ് എന്ന് ഈ ഇജ്തിഹാദിലൂടെ ശരിയ സ്കോളേഴ്സ് പറഞ്ഞു. അപ്പൊ അതിന് കാരണം എന്താണ്? ഈ ആൽക്കഹോൾ ആണെങ്കിലും നാർക്കോട്ടിക്സ് ആണെങ്കിലും ഒക്കെ ഇൻടോക്സിക്കേറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അത് രണ്ടിന്റെയും റിസൾട്ട് ഏകദേശം സെയിം ആണ്. നമുക്കത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഇതിൽ നമ്മൾ ആൽക്കഹോളിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മൾ എടുത്തു. ഓക്കെ, സോ വൺ മേ യൂസ് ഖിയാസ്. ഈ ആൽക്കഹോളിന്റെ കാര്യം നമ്മൾ ഖിയാസ് ആയിട്ട് എടുത്തു. ടു ഡിറ്റർമിൻ അനദർ തിങ്, ദ ലോ ഓഫ് അനദർ തിങ്. അപ്പൊ നാർക്കോട്ടിക്സിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ആൽക്കഹോളിനെ നമ്മൾ ഖിയാസ് ആയിട്ട് എടുത്തു എന്നർത്ഥം. ഓക്കെ, അപ്പൊ രണ്ട് സാഹചര്യങ്ങൾ വരുമ്പോൾ അത് പരസ്പരം കമ്പയർ ചെയ്തിട്ട് അതിനോടനുബന്ധമായി വരുന്ന കാര്യങ്ങൾക്ക് എന്താണോ നിയമം, അതുപോലെ ഇത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ് എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ അതിലേക്കുള്ള മാർഗമാണ് ഖിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് മൊഡ്യൂളിന്റെ ലാസ്റ്റ് ഭാഗത്താണ് നമ്മളുള്ളത്. വെൽത്ത് ആൻഡ് ഓണർഷിപ്പ് ഇൻ ഇസ്ലാമിക് പെർസ്പെക്റ്റീവ്. ഓക്കെ, വെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പാദ്യം, സ്വത്ത്. ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശം, അല്ലെ, ഉടമസ്ഥത ഇൻ ഇസ്ലാമിക് പെർസ്പെക്റ്റീവ്. The two dominant systems of the present age differ from each other largely by the extent of freedom of an individual to own private property. Islam offers a third point of view. Everything in this universe belongs to God Almighty. He is the real owner of everything and has the right to determine the mode of utilization of all forms of property. അപ്പൊ ഇവിടെ നിലവിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഈ ഓണർഷിപ്പ് എന്നുള്ളത്. ഒരു വ്യക്തി, ഇപ്പം എൻ്റെ കയ്യിലൊരു വാഹനം ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഓണറാണ് എന്ന് പറയും. അല്ലെങ്കിൽ സ്ഥലം, ആ സ്ഥലത്തിന്റെ ഓണർ, ആ വീടിന്റെ മുതലാളി, ആ വീടിന്റെ ഓണർ, ആ ബിൽഡിങ്ങിന്റെ ഓണർ, ഓരോ കാര്യത്തിന്റെയും ഓണർഷിപ്പ് നമ്മൾ പറയും. അപ്പൊ അത് അയാളുതാണ്, ഇത് ഇന്ന ആളുതാണ്, ഇത് ഇന്ന ആൾ എന്ന് നമ്മൾ തമ്മിൽ പറയും. പക്ഷെ ഇസ്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാറ്റിന്റെയും, ഈ യൂണിവേഴ്സിലുള്ള ഏതൊരു കാര്യത്തിന്റെയും റിയൽ ഓണർ ഈസ് ഗോഡ് ഓൾമൈറ്റി. അദ്ദേഹമാണ് എല്ലാത്തിന്റെയും ഓണർ. ആൻഡ് ഹി ഗിവ്സ് ദ റൈറ്റ് ടു യൂസ് ദിസ് തിങ്. ഇത് ഓരോരുത്തരെ ഏൽപ്പിച്ചതാണ്, അവർക്ക് അത് ഉപയോഗിക്കാനുള്ള ഒരു പെർമിഷൻ റൈറ്റ് ഓൾമൈറ്റി അള്ളാഹു ഈ ആളുകൾക്ക് കൊടുക്കുകയാണ്. കുറച്ചും കൂടെ വിശദമായിട്ട് നമുക്ക് നോക്കാം. The man is vicegerent. ഖലീഫ എന്ന് പറഞ്ഞാൽ വിസിജറന്റ് എന്ന് പറഞ്ഞാൽ ശരിക്ക് നോക്കി നടത്തുന്ന ആള്, ഭരണാധികാരി എന്ന് തന്നെ നമുക്ക് പറയാം. Who has been entrusted with certain responsibilities. ഇപ്പോ നമ്മൾ ഇസ്ലാം മത വിശ്വാസം അനുസരിച്ച് നമുക്ക് 4 ഖലീഫമാര് ഉണ്ടായിരുന്നു, അല്ലെ? ഓരോരുത്തരുടെയും പേരും ഒക്കെ നമുക്കറിയാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു, അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആൻഡ് അലി റളിയല്ലാഹു അൻഹു. ഈ അബൂബക്കർ, ഉമർ, ഉസ്മാൻ ആൻഡ് അലി റളിയല്ലാഹു അൻഹു, ഈ 4 ആളുകളായിരുന്നു അന്നത്തെ ഖലീഫ, അന്നത്തെ ഭരണാധികാരികൾ എന്നാണ് അതിന്റെ അർത്ഥം. Then who has been entrusted with certain responsibilities. അന്നത്തെ ആളുകളൊക്കെ പറഞ്ഞിരുന്നത് എന്റെ പേരിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു. ഓരോ കാര്യങ്ങൾ, ആ നാട്ടിലുള്ള ഓരോ സംഗതിയും, ഓരോ ആളുകളുടെ സുരക്ഷിതത്വവും, ഓരോ ജീവികളുടെ സുരക്ഷിതത്വവും, ഓരോ ആളുകളിൽ നിന്ന് കിട്ടേണ്ട നികുതി പണം മറ്റുള്ളവരിൽ ഉള്ളവന്റെ അടുത്ത് നികുതി വാങ്ങുകയും അതില്ലാത്തവനെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി ഉള്ള ആളെയാണ് ഈ ഖലീഫ എന്ന് പറയുന്നത്. സോ ദ മാൻ ഈസ് എ ഖലീഫ, വിസിജറന്റ്. So to carry out his responsibilities, he has been endowed with requisite facilities. These facilities are only a trust with him
and are strictly meant to be deployed for the purpose they have been granted. The purpose has been defined in elaborate details in the Sharia revealed to the Holy Prophet. അപ്പോൾ ഒരാൾക്ക് ഒരു ഏരിയ കുറച്ച് നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കുറെ സ്വത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്വത്ത് അയാൾക്ക് മാത്രം ഉള്ളതല്ല. ആ സ്വത്ത് അതിൽ നിന്ന് അയാൾക്ക് അതിന്റെ ഗുണം ഉപയോഗിച്ച് അയാൾക്ക് ജീവിക്കാൻ പറ്റും. എന്നാൽ അതിൽ നിന്നും അയാൾ കൃത്യമായിട്ട് കൊടുക്കേണ്ടത് എന്താണോ, ഇതിൽ ആർക്കൊക്കെയാണോ ഗുണം കിട്ടേണ്ടത് അതിന്റെ ഗുണം മറ്റുള്ളവർക്കൊക്കെ ഇയാൾ എത്തിക്കുകയും വേണം. അതും അയാളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലാതെ മറ്റൊരാൾക്കും ഇതിനിപ്പോ ഇവിടെ ഒരാൾക്ക് കുറെ സ്ഥലമുണ്ട്, കുറച്ച് ആളുകൾക്ക് ഈ തോട്ടം നന്നാക്കാൻ വേണ്ടിയിട്ട് അതിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണിക്കാരെ നമ്മൾ വിളിക്കുക, അവർക്ക് കൂലി കൊടുക്കണം. അപ്പൊ അവർക്ക് പണിയായി, ആ കൂലിയായി. ഇതിൽ നിന്നും അയാൾ കൃഷി ചെയ്യുക, എന്തെങ്കിലും ബിസിനസ് ചെയ്യുക, അന്ന് വിളവെടുത്തു, അയാൾക്ക് ഒരുപാട് നേട്ടം കിട്ടി, അയാൾക്ക് വരുമാനം കിട്ടി. അതിൽ നിന്ന് ഒരു ഭാഗം നിർബന്ധമായിട്ടും അയാൾ പാവങ്ങൾക്ക് കൊടുത്തിരിക്കണം. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് ശരിയ റൂൾ പ്രകാരം പറയുന്നുണ്ട്. ഓക്കെ, then man can withstand the test of accountability only if he has certain discretion to use these resources. Therefore, although the requisite mode of utilization of these resources has been laid down in the Sharia, man has been granted the freedom to act in any other way if he so chooses, at the risk of severe punishment of the day of judgment. അപ്പൊ കൃത്യമായിട്ട് he is accountable only if he has certain discretion to use these resources. ഒരാൾ ഒരു സംഗതി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അയാൾ അതിനോട് അക്കൗണ്ടബിൾ ആണ്. ഇപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ഒരിക്കലും കുറെ പണമുള്ള ഒരാൾ, അയാൾ പിശുക്കനാവാൻ പാടില്ല. അത് ഇസ്ലാം നിഷിദ്ധമാക്കി. അപ്പൊ അയാളുടെ ഫിനാൻസ് അയാൾ ചെലവഴിക്കണം, അയാളുടെ സമ്പാദ്യം അയാൾ ചെലവഴിക്കണം. ആ ഇസ്ലാമിക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അവിടെ നടക്കണം. പിശുക്ക് നമുക്ക് അനുവദനീയമല്ല. അതുപോലെ തന്നെ ഒരുപാട് നാളെ എന്നുള്ള ചിന്തയില്ലാതെ എല്ലാം വിറ്റ് ഒഴിവാക്കുക, വളരെ ലാവിഷായിട്ട് ഒന്നും നോക്കാതെ ചെലവഴിക്കും. അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടില്ല. കൃത്യമായി അർഹതപ്പെട്ട ആളുകൾ ആരാണോ അവർക്ക് നമ്മൾ കൊടുക്കുക. നമ്മൾക്ക് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ മാത്രം നമ്മൾ ജീവിക്കുക. മറ്റുള്ള ആളുകൾക്ക് അതിന്റെ പ്രയാസങ്ങൾ ഉണ്ടാവാനും പാടില്ല. ഓക്കെ, ഇനി ആരെങ്കിലും ഇതിനെതിരായിട്ട് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് തടയാനൊന്നും പറ്റില്ല. ഇപ്പോ ഒരാൾക്ക് ഒരു മാസത്തിൽ 1 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്, പക്ഷെ അയാൾ ഭയങ്കര പിശുക്കനാണ്, അയാളൊന്നും ആർക്കും ഒരു ഗുണവും ചെയ്യുന്നില്ല, അയാളുടെ കാര്യം മാത്രം നോക്കി നടക്കുകയാണ്. അങ്ങനെയുള്ള ഒരാള് ഈ ഇസ്ലാമിക് ഫിനാൻഷ്യൽ അല്ലെ ശരിയ റൂളിനെതിരായിട്ടാണ് ജീവിക്കുന്നത്. ദെൻ ഓൺ ദി ഡേ ഓഫ് ജഡ്ജ്മെന്റ് മീൻസ് ഈ ഒരു മരണാനന്തര ജീവിതത്തിൽ, ഇവിടത്തെ ജീവിതം കഴിഞ്ഞ് മരണാനന്തര ജീവിതത്തിൽ അദ്ദേഹത്തിന് വലിയ പണിഷ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി അപ്പൊ അതാണ് ഈ ഉടമസ്ഥാവകാശത്തിന്റെ കേസ്. അപ്പൊ എല്ലാറ്റിന്റെയും ഉടമ എന്ന് പറയുന്നത് ഓൾമൈറ്റി അല്ലാഹ്. വി ആർ some of the people entrusted all these things with some responsibilities and accountability. ഇനി വെൽത്ത്, എന്ത് വെൽത്ത്? സ്വത്തിന് സമ്പാദ്യത്തെ കുറിച്ച് പറയുന്നു. In Islam, wealth does not hold a central position in the social metrics. Instead, it has been visualized as an instrument to lead life in accordance with Sharia. The real objective of man's existence on this earth is to obey the commandment of Allah and to implement His will as His vigilant. The resources of the worldly life constitute necessarily facilitate and instruments for carrying out this mission. അപ്പോൾ ഇതില് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇസ്ലാമില് സ്വത്ത് ഒരു ഭാഗത്ത് കുന്നുകൂടുന്നത് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. എല്ലാ സമൂഹത്തിലെ എല്ലായിടത്തും ഒരാൾക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങളിലൊക്കെ ഇത് ശരിയ റൂൾ അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കണം. കാരണം എന്താണ്? ഇത് അള്ളാഹുവിന്റെ ഒരു കമാൻഡാണ്. ഓൾമൈറ്റി ഗോഡ്, ഓൾമൈറ്റി അള്ളാഹ്, അദ്ദേഹത്തിന്റെ കമാൻഡ് അനുസരിച്ചുള്ള ഖലീഫയാണ് നമ്മൾ, സൂക്ഷിപ്പുകാരനാണ്, നടത്തിപ്പുകാരനാണ്. അതുകൊണ്ട് തന്നെ we have some responsibilities. Okay. The fundamental idea is that the attainment of wealth should not be focus of all activities in the world. Instead,
wealth should be acquired, preserved, and used to attain higher level in the obedience of Allah. അപ്പൊ ഈ സ്വത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ വാങ്ങി കൂട്ടി ഇങ്ങനെ നേടി വെച്ച് ഒരു സ്ഥലത്ത് കൂട്ടി വെക്കാനുള്ളതല്ല. അതിന് പകരം നമുക്ക് സ്വത്ത് വാങ്ങാം, സമ്പാദിക്കാം, സൂക്ഷിക്കാം. പക്ഷെ അത് എന്താവണം? അള്ളാഹുവിന്റെ ഓൾമൈറ്റി ഗോഡ്, ഓൾമൈറ്റി അള്ളാഹ്, അദ്ദേഹത്തിന്റെ ഒബീഡിയൻസിൽ, അദ്ദേഹം പറയുന്ന രൂപത്തിലായിരിക്കണം നമ്മളത് വാങ്ങുന്നതും സൂക്ഷിക്കുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ. ഓക്കെ, so these are about the fundamentals of Islamic finance. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ അതിന്റെ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാ ആളുകൾക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു ഇത് ഫണ്ടമെന്റൽസ് ഓഫ് ഇസ്ലാമിക് ഫിനാൻസിന്റെ എല്ലാ ഏരിയയും കവർ ചെയ്തതല്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് മാത്രമാണ്. ഓക്കെ, അപ്പൊ എല്ലാ ആളുകൾക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. അതിൽ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്താൽ മതി, ബാക്കി അതിനനുസരിച്ച് ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.